ഹലോ ഹായ്, എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. തൽക്കാലം നമുക്ക് ഒന്ന് പേടിക്കാം. നല്ല അടിപൊളി പേടിപ്പെടുത്തുന്ന സൂപ്പർ കഥയാണ്. പേടിയാകുമെന്ന് വിചാരിച്ച് കേൾക്കാതിരിക്കേണ്ട. കാരണം ഭയം ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ മനോഹരമായൊരു വികാരമാണ്. എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ കോളിംബെല്ല് ശബ്ദം കേട്ടാണ് പ്രിയ വാതിൽ തുറന്നത്. മോളെ, ഒരു കത്തുണ്ട്. ഫ്രം അഡ്രസ് ഒന്നുമില്ല. ഇവിടുത്തെ അഡ്രസ്സൊക്കെ കൃത്യമാണ്. ഒരു ശില്പയുടെ പേരിലാണ് അയച്ചിരിക്കുന്നത്. വാടക വീടായതുകൊണ്ട് ഇതിന് മുന്നത്തെ താമസക്കാരിയായിരിക്കും. കത്ത് മേശപ്പുറത്ത് വെച്ച് പ്രിയ വീട്ടു സാധനങ്ങൾ അടുക്കി വെക്കാൻ തുടങ്ങി. രാവിലെയാണ് അവിടെ എത്തിയത്. എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വേണം വല്ലതും കഴിക്കാൻ. അടുക്കളയിൽ ആവശ്യത്തിനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ കോൾ വന്നത്. മോളെ, എന്തായി, ജോയിൻ ചെയ്തോ? ഇല്ലമ്മേ, നാളെയാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇന്ന് വീടൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് വീടൊക്കെ? നല്ല വീടാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മുകളിലത്തെ നിലയിൽ പോവാൻ പുറത്തൂടെ സ്റ്റെയർ കേസ് ഉണ്ട്. ആ റൂം പുറത്തു നിന്നും ലോക്ക് ചെയ്തിരിക്കുവാണ്. അവിടെ താമസക്കാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ബ്രോക്കർ വന്നില്ലേ? ഇല്ല, ഓൺലൈനായി അഡ്വാൻസ് കൊടുത്തു. ആളെന്തോ ആവശ്യത്തിനായി ചെന്നൈ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. നാട്ടിലെത്തിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇന്റർനെറ്റ് ഉള്ളത് എത്ര നന്നായില്ലേ? ശരിയമ്മേ, നല്ല ക്ഷീണം, ഞാനൊന്ന് ഉറങ്ങട്ടെ. ഫോൺ കട്ട് ചെയ്ത് പ്രിയ ഉറങ്ങാൻ കിടന്നു. കോളിംബെല്ല് ശബ്ദം കേട്ട് പ്രിയ ഉണർന്നു. സമയം നോക്കിയപ്പോൾ വൈകുന്നേരം 7 മണി. വാതിൽ തുറന്നപ്പോൾ സുന്ദരിയായൊരു പെൺകുട്ടി, ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖം. അവൾ പറഞ്ഞു, ചേച്ചി, ഞാൻ ഗൗരി, മുകളിലത്തെ താമസക്കാരിയാണ്. ചേച്ചിയുടെ പേരെന്താ? പ്രിയ. പ്രിയ മറുപടി പറഞ്ഞു. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഗൗരിയുടെ അടുത്ത ചോദ്യം. ഇവിടുത്തെ IT പാർക്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ഗൗരി അടപ്പുള്ളൊരു പാത്രം പ്രിയയുടെ നേരെ നീട്ടി. ചേച്ചി, ഇന്നെൻ്റെ പിറന്നാളാണ്, ഇതാ പായസം. ആഹാ, ഹാപ്പി ബർത്ത്ഡേ. പ്രിയ പാത്രം വാങ്ങിച്ചു. ഗൗരി പറഞ്ഞു, ഞാൻ കോൾ സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. മിക്കവാറും ലേറ്റാവും എത്താൻ. ഇന്ന് പെർമിഷൻ വാങ്ങി നേരത്തെ ഇറങ്ങിയതാണ്. എന്നാൽ പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഗൗരി മുകളിലേക്ക് കയറിപ്പോയി. വാതിലടച്ച് അടുക്കളയിലേക്ക് നടക്കുമ്പോൾ പ്രിയ ആലോചിച്ചു. മുകളിൽ താമസക്കാരുള്ളതായി ബ്രോക്കർ പറഞ്ഞിട്ടില്ലല്ലോ. പ്രിയ ഭക്ഷണം കഴിച്ച് പായസം കുടിക്കുമ്പോൾ അമ്മയുടെ കോള് വന്നു. മോളെ, ഭക്ഷണം കഴിച്ചോ? ഇത് ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ അമ്മേ. മുകളിൽ ഒരു താമസക്കാരിയുണ്ട്. അവളുടെ പിറന്നാളായിരുന്നു. പായസം കൊണ്ടുതന്നു. പ്രിയ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. നാളത്തേക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും അപ്പോയിൻമെൻറ്റ് ലെറ്ററും എടുത്തു വെച്ചു. ഉറങ്ങാനായി കിടന്നു. സമയം 11 കഴിഞ്ഞു. കണ്ണടച്ച് നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പുറത്തു നിന്നും ഒരു പട്ടിയുടെ കരച്ചിൽ കേട്ടു. ജനാലയുടെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു പട്ടി മുകളിലത്തെ റൂമിലേക്ക് നോക്കി കുരയ്ക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ശബ്ദമാകെ മാറി. അത് അവിടെ നിന്നും ഓടിപ്പോയി. ഉച്ചയ്ക്ക് ഉറങ്ങിയതുകൊണ്ടാവും ഉറക്കം വരുന്നില്ല. ജനാലയിലൂടെ ചന്ദ്രനെയും നോക്കി കിടന്നു. നല്ല തണുത്ത കാറ്റ്. അറിയാതെ കണ്ണുകൾ അടഞ്ഞു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പ്രിയ ഓഫീസിലേക്ക് യാത്രയായി. ഇറങ്ങുമ്പോൾ മുകളിലത്തെ നിലയിലേക്ക് നോക്കി. റൂം പുറത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ്. ഓഫീസിലെ ആദ്യ ദിവസം വളരെ നന്നായിരുന്നു. വൈകുന്നേരം ഏകദേശം 7 മണിയാവുമ്പോൾ പ്രിയ വീട്ടിലെത്തി. വരാന്തയിൽ ഒരു കത്ത് കിടക്കുന്നു. നോക്കിയപ്പോൾ ഫ്രം അഡ്രസ് ഇല്ല. അപ്പോഴാണ് പ്രിയ ഇന്നലെ വന്ന കത്തിനെ കുറിച്ച് ആലോചിച്ചത്. ഇതും ശില്പയുടെ പേരിലാണ് അയച്ചിരിക്കുന്നത്. കത്ത് മേശപ്പുറത്ത് വെച്ച പ്രിയ ഫ്രഷ് ആവാൻ റൂമിലേക്ക് പോയി. കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ കോള് വന്നു. എന്തായി മോളെ? ഫസ്റ്റ് ഡേ നന്നായിരുന്നു അമ്മേ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഫോൺ കട്ടാക്കി കൈയൊക്കെ കഴുകി പ്രിയ മേശയുടെ അടുത്തേക്ക് പോയി. ആ കത്തെവിടെ? മേശയുടെ താഴെ നിന്നും കത്ത് കിട്ടി. പ്രിയ അത് തുറന്നു വായിച്ചു. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടൂ എന്ന് മാത്രമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പ്രിയയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഇന്നലെ വന്ന കത്ത് എവിടെയാണ് വെച്ചത്? അലമാരകൾ മുഴുവനും നോക്കി. എവിടെയാണ് വെച്ചതെന്ന് ഒരു തുമ്പും പിടിയും കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യാം, വീട് ശരിയാക്കി തന്ന ബ്രോക്കറിനെ വിളിച്ച് ചോദിക്കാം. ഫോൺ എടുത്ത് ബ്രോക്കറിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. നോട്ട് റീച്ചബിൾ. വീണ്ടും ശ്രമിച്ചപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്. ബ്രോക്കർ ഫോൺ അറ്റൻഡ് ചെയ്തു. അയാൾ ചെന്നൈയിൽ നിന്നും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു. മുകളിലത്തെ നിലയിൽ ആൾ താമസിക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, മുകളിലത്തെ നിലയിലോ? അവിടെ ആരും താമസിക്കുന്നില്ലല്ലോ, കുറേ വർഷങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ്. ബ്രോക്കറിന്റെ വാക്കുകൾ കേട്ട് പ്രിയ ഞെട്ടി. അപ്പോൾ ഗൗരി ഏതാണ്? ഫോൺ കട്ട് ചെയ്യുന്നതിന് മുന്നേ ബ്രോക്കറിന്റെ കയ്യിൽ നിന്നും വീടിന്റെ ഉടമയുടെ അഡ്രസ്സ് വാങ്ങിച്ചു. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പ്രിയ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഹൃദയമിടിപ്പ് കൂടി വന്നു. പുറത്ത് ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങി. തുറന്നിട്ട ജനൽ കർട്ടൻ തള്ളി ഉയർത്തിക്കൊണ്ട് അത് മുറികളിലും എത്തി. പെട്ടെന്നാരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം. ഭയം ഉള്ളിലൊതുക്കി പ്രിയ വാതിൽ തുറന്നു. പുറത്ത് ആരുമില്ല. പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ഉറക്കെയുള്ള നിലവിളി കേട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ പ്രിയ വാതിൽ അടച്ചു കുറ്റിയിട്ടു. പ്രിയയ്ക്ക് ശരീരം വിറയ്ക്കുന്ന പോലെ തോന്നി. വയ്യ, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവൾ സ്വയം പറഞ്ഞു. അവൾ ഫോണെടുത്ത് അമ്മയെ ഡയൽ ചെയ്തു. കോള് കണക്റ്റ് ആവുന്നില്ല. നോക്കിയപ്പോൾ റേഞ്ച് കാണിക്കുന്നില്ല. ശക്തമായി കാറ്റടിച്ചു. ഇടിയും മിന്നലും. ഒട്ടും വൈകാതെ തന്നെ മഴയും തുടങ്ങി. പ്രിയ ഓടിച്ചെന്ന് ജനാലകൾ അടച്ചു. ഹൃദയമിടിപ്പ് കൂടി വരുന്നു.
പെട്ടെന്ന് കറണ്ട് പോയതും പ്രിയ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിക്കൊണ്ട് ചുറ്റിലും നോക്കാൻ തുടങ്ങി. തനിക്ക് ചുറ്റും ആരൊക്കെയോ ഉള്ളതുപോലെ തോന്നി. പ്രിയ ബെഡ്റൂമിൽ പോയി വാതിലടച്ച് കട്ടിലേക്കിരുന്നു. ഉള്ളിൽ വല്ലാതെ ഭയന്നിരിക്കുന്നു. ശക്തമായി ഇടിയുടെ ശബ്ദം കേട്ടതോടെ പുതപ്പ് കൊണ്ട് മൂടിക്കിടന്നു. അറിയാതെ ഉറങ്ങിപ്പോയി. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് പ്രിയ ഉണർന്നു. ഓഫീസിൽ നിന്നും അഞ്ജലിയാണ് വിളിക്കുന്നത്. സമയം നോക്കിയപ്പോൾ 8 മണി. ഫോൺ ചെവിയോടെ അടുപ്പിച്ചു. എടോ, തന്നെ ഇന്നലെ കുറേ പ്രാവശ്യം വിളിച്ചു, സ്വിച്ച് ഓഫ് എന്നാ പറഞ്ഞ, എന്തു പറ്റി? അത് ചാർജ് തീർന്നു പോയതാ. തനിക്ക് സുഖമില്ലേ? ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നു. അഞ്ജലി ചോദിച്ചു. വയ്യ, നല്ല പനിയുണ്ട്. ഞാനിന്ന് ലീവ് എടുക്കാം, സാറിനെ വിളിച്ചു പറയാം. എടോ, ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട, വേണമെങ്കിൽ ഞാൻ വിളിക്കാം. ഫോൺ കട്ട് ചെയ്ത് പ്രിയ മേലുദ്യോഗസ്ഥനെ വിളിച്ച് ലീവ് പറഞ്ഞു. തലവേദനയുണ്ട്. നെറ്റിയിൽ തൊട്ടു നോക്കിയപ്പോൾ നല്ല ചൂട്. ശരീരമൊക്കെ വല്ലാതെ വിറയ്ക്കുന്നു. പ്രിയ വീണ്ടും ഉറങ്ങി. പ്രിയച്ചി എഴുന്നേൽക്ക്, ഈ ചുക്ക് കാപ്പി കുടിച്ച് ആ പനിയൊക്കെ പോട്ടെ. പ്രിയ കണ്ണു തുറന്നു നോക്കിയപ്പോൾ തൻ്റെ മുന്നിൽ ഗൗരി നിൽക്കുന്നു. പേടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ശരീരമാരോ പിടിച്ചു കെട്ടിയതുപോലെ. കൈകളും കാലുകളും ചലിപ്പിക്കാൻ പറ്റുന്നില്ല. ഉറക്കൊന്ന് കരയാൻ പോലും ആവുന്നില്ല. ഗൗരി പ്രിയയുടെ വായിലേക്ക് ചുക്കുകാപ്പി ഒഴിച്ചു കൊടുത്തു. നീ ആരാ? പ്രേതമാണോ? പ്രിയ ചോദിച്ചു. ഗൗരി പ്രിയയെ നോക്കി പുഞ്ചിരിച്ചു. ഇന്നലെ രാത്രി എൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഒന്ന് വന്ന് നോക്കിയില്ലല്ലോ. ഒരു പെണ്ണല്ലേ ഞാൻ, ഒന്ന് വന്ന് നോക്കായിരുന്നില്ലേ? പ്രിയ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. സാധിക്കുന്നില്ല. കൈകാലുകൾ മരവിച്ചിരിക്കുന്നു. നിനക്കെന്താ വേണ്ടത്? എന്തിനെന്നെ ഉപദ്രവിക്കുന്നത്? പ്രിയ ചോദിച്ചു. ഞാൻ ചേച്ചിയെ ഉപദ്രവിച്ചില്ലല്ലോ. ഞാൻ ആരാണെന്നല്ലേ ചേച്ചിക്ക് അറിയേണ്ടത്? എൻ്റെ മുറിയിൽ പോയി നോക്കുക, അപ്പോൾ എല്ലാം മനസ്സിലാവും. അതും പറഞ്ഞുകൊണ്ട് ഗൗരി തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് പ്രിയ ഞെട്ടി എഴുന്നേറ്റു. തൻ്റെ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല. പനിയും മാറിയിരിക്കുന്നു. സമയം 11:30. പ്രിയ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചു. എടോ, എങ്ങനെയുണ്ട് ഇപ്പോൾ? ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവാണ്, അങ്ങോട്ടേക്ക് വരാം. ഫുഡ് ഞാൻ കൊണ്ടുവരാം. അഞ്ജലി ആയിരുന്നു അത്. പ്രിയ എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ ബാത്റൂമിൽ കയറി. കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം. ഫ്രഷ് ആയതിനു ശേഷം പ്രിയ വാതിൽ തുറന്നു. നിലത്തൊരു കത്ത്. ശില്പയുടെ പേരിൽ വന്ന കത്ത് തന്നെ. പ്രിയയ്ക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ബെഡ്റൂമിൽ പോയിരുന്ന് കത്ത് തുറന്നു വായിച്ചു. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടൂ. വേറൊന്നും തന്നെ അതിൽ എഴുതിയിട്ടില്ല. ആരാണിത് അയക്കുന്നത്? എന്താണ് സംഭവം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോഴാണ് പ്രിയ മേശപ്പുറത്തിരിക്കുന്ന ഗ്ലാസ് ശ്രദ്ധിച്ചത്. ഗൗരി തൻ്റെ വായിലേക്ക് ഒഴിച്ചു തന്ന ചുക്കുകാപ്പിയുടെ രുചി അവളുടെ വായിൽ തികട്ടി വന്നു. കോളിംഗ് ബെല്ലടിച്ചു. ആഹാ, പനിയൊക്കെ മാറിയോ? അഞ്ജലി കയറി വന്നു. അഞ്ജു, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ഭക്ഷണം, അത് കഴിഞ്ഞ് മതി ബാക്കി. ഭക്ഷണം കഴിച്ച് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. പ്രിയ കാണിച്ച കത്ത് വായിച്ച് അഞ്ജലി എന്തോ കാര്യമായി ആലോചിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, മുകളിലത്തെ മുറി ഒന്ന് തുറന്നു നോക്കാം. അവിടെ ഉണ്ടാവും ഇതിനൊക്കെയുള്ള ഉത്തരം. പ്രിയയ്ക്കെന്നാലും എന്തോ ഒരു പേടി. എടോ, നമ്മൾ രണ്ടുപേരില്ലേ, പിന്നെന്തിനാ പേടിക്കുന്നേ? പ്രിയ എവിടെ നിന്നോ ഒരു ചുറ്റിക തപ്പിയെടുത്തു. വളരെ പണിപ്പെട്ട് മുകളിലത്തെ ലോക്ക് അടിച്ചു പൊട്ടിച്ചു. വാതിൽ തള്ളി തുറന്നു. ഒരു പ്രേതാലയത്തിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം. കുറെ കാലങ്ങളായി തുറന്നിട്ടെന്ന് തോന്നുന്നു. മൊത്തം പൊടി പിടിച്ചിരിക്കുന്നു. മുറികൾ മുഴുവനും മരിച്ചു പെറുക്കിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനായില്ല. അടുത്ത കാലത്തൊന്നും ആരും താമസിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല. താനല്ലേടോ പറഞ്ഞ് ഇവിടെ ആരോ താമസിക്കുന്നുണ്ടെന്ന്, തന്നോട് സംസാരിക്കാറുണ്ടെന്ന്. എന്നിട്ട് എവിടെ? ഇവിടെ മുഴുവനും മാറാല പിടിച്ചിരിക്കുകയാണല്ലോ. അത് എനിക്കറിയില്ല. ഞാനെല്ലാം ഫീൽ ചെയ്തതാണ്. അപ്പോൾ താൻ പറയുന്നത് ഈ കാലഘട്ടത്തിലും പ്രേതമുണ്ടെന്നാണോ? പ്രേതമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടത് സത്യമാണ്. ഒരു കാര്യം ചെയ്യേ, ആ ബ്രോക്കറെ ഒന്ന് വിളിക്കേ. പ്രിയ ഫോണെടുത്ത് ബ്രോക്കറുടെ നമ്പർ ഡയൽ ചെയ്തു. സ്വിച്ച് ഓഫ് ആണ്. അയാളോട് ഞാൻ കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞത് മുകളിൽ ആരും താമസിക്കുന്നില്ല എന്നാണ്. തനിക്ക് ഈ വീടിൻ്റെ ഓണറിൻ്റെ അഡ്രസ്സ് അറിയാമോ? ഒന്ന് ആലോചിച്ചുകൊണ്ട് പ്രിയ പറഞ്ഞു. എൻ്റെ കയ്യിലുണ്ട്. നാളെ സൺഡേ അല്ലേ? നാളെ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ താൻ റെസ്റ്റ് ചെയ്യേ, ഞാൻ പോയി നാളെ വരാം. പ്രിയ മുകളിലത്തെ മുറികൾ അടച്ച് പൊട്ടിയ ലോക്ക് അതിൽ കൊളുത്തിവെച്ചു. ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ട് പ്രിയ ഞെട്ടി തിരിഞ്ഞു നോക്കി. ഒരു കൊടും കാട്ടിലാണുള്ളത്. കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് പ്രിയ ഓടിച്ചെന്നു. മരങ്ങളുടെ ഇടയിൽ നിലത്ത് ഇരുമ്പിൽ ചവിട്ടുന്ന പോലെ ശബ്ദം കേട്ടു. അതൊരു വലിയ വാതിലായിരുന്നു. ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള വാതിൽ. പ്രിയ ഇരുമ്പുവാതിൽ തുറന്ന് താഴേക്ക് നോക്കി. ഒരാൾ ഒരു പെൺകുട്ടിയെ ബെഞ്ചിൽ കെട്ടിയിട്ട് അവളുടെ കവളിൽ തലോടിക്കൊണ്ട് ചിരിക്കുന്നു. അയാൾ പ്രിയയെ നോക്കി. ഞെട്ടിത്തരിച്ച പ്രിയയെ പുറകിൽ നിന്നും അയാൾ അതിനകത്തേക്ക് തള്ളിയിട്ടു. വലിയ ശബ്ദത്തോടുകൂടി ആ വാതിലടഞ്ഞു. ഞെട്ടി ഉണർന്ന പ്രിയ വീർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തിരുന്ന ഫ്ലാസ്കിലെ വെള്ളം കുടിച്ച് സമയം നോക്കി. രാത്രി 2:25. പുറത്ത് നല്ല മഴ. മൂടി പുതച്ച് പ്രിയ കണ്ണുകൾ അടച്ചു. പ്രിയ കിടക്കുന്നതിൻ്റെ നേരെ മുകളിൽ സീലിംഗിൽ ഒരു പെൺകുട്ടിയുടെ നിഴൽ പ്രിയയെ നോക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു പെൺകുട്ടിയുടെ നിഴൽ പ്രിയയുടെ തൊട്ടടുത്ത് കിടക്കുന്നു. അതിൻ്റെ കൈ പുതപ്പിന് മുകളിലൂടെ പ്രിയയെ ചേർത്ത് പിടിച്ചു. രാവിലെ 9 മണിയായപ്പോൾ ചുവപ്പ് നിറമുള്ളൊരു കാറ് പ്രിയയുടെ വീടിൻ്റെ മുന്നിൽ വന്നു നിന്നു. അഞ്ജലിയും അവളുടെ സുഹൃത്തും പുറത്തിറങ്ങി. അഞ്ജലി കോളിംഗ് ബെല്ലടിച്ചു. ഇവളിതുവരെ റെഡിയായില്ലേ? അഞ്ജലി വീണ്ടും വീണ്ടും ബെല്ലടിക്കാൻ തുടങ്ങി. പ്രിയ വാതിൽ തുറന്ന് പുറത്തു വന്നു. ഞാൻ അടുക്കളയിലായിരുന്നു. ഇതാണ് വിഷ്ണു, എൻ്റെ കസിനാണ്. ആളൊരു പാരാസൈക്കോളജി സ്റ്റുഡൻ്റാണ്.
ഗോസ്റ്റ് ഹണ്ടർ ആണെന്നാണ് വിചാരം. നിന്റെ വീട്ടിൽ പ്രേതമുണ്ടെന്ന് കേട്ടിട്ട് ഒന്ന് പരിചയപ്പെടാൻ വന്നതാ, അയാളെ കാണിച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞു. ആഹാ, അതിനെന്താ, പക്ഷെ തിരിച്ചു പോകുമ്പോൾ അതിനെ കൂടെ കൂടണം. അതിന് മിണ്ടാനും പറയാനുമൊക്കെ ഒരാളുണ്ടാവുമല്ലോ, പ്രിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ രണ്ടാളും കളിയാക്കണ്ട. നിങ്ങൾക്കറിയാമോ, നമുക്ക് ചുറ്റും നമ്മൾ കാണാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ചിലർക്കതിൻ്റെ സാമീപ്യം മനസ്സിലാവും. അങ്ങനെ ഒരാളാ പ്രിയേച്ചി. ഇത് നിങ്ങളുടെ ഒരു കഴിവാണ്. വിഷ്ണുവിൻ്റെ മറുപടി കേട്ട് പ്രിയ അവനെ തന്നെ നോക്കി. ഈ കഴിവ് എനിക്ക് വേണ്ടായേ. ഇത് കാരണം ശരിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. പ്രിയേച്ചി, നിങ്ങൾ കാണുന്ന പ്രേതം എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ഒരാളുടെ മനസ്സ് മാത്രമായിരിക്കും. ആ മനസ്സ് നിങ്ങളോട് സംസാരിക്കുന്നതാവാം. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ, നമ്മുടെ ചിന്തകൾക്കുമപ്പുറം പലതുമുണ്ട്. അല്ല, നമുക്കിത് അകത്തിരുന്ന് സംസാരിക്കുന്നതല്ലേ നല്ലത്? അഞ്ജലി രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. അയ്യോ, ഞാനത് മറന്നു. ഉള്ളിലേക്ക് വരൂ, നിങ്ങളിരിക്കെ, ഇപ്പോൾ ഞാൻ ചായ എടുക്കാം. പ്രിയ അടുക്കളയിലേക്ക് പോയി. അഞ്ജു, നിന്റെ കളിയാക്കൽ കുറച്ച് കൂടുന്നുണ്ട്. വിഷ്ണു അവളെ നോക്കി പല്ല് കടിച്ചു. അഞ്ജലി അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ചായയും ബേക്കറി പലഹാരങ്ങളുമായി പ്രിയ വന്നു. ഇന്നലെ ഞാൻ വല്ലാത്തൊരു സ്വപ്നം കണ്ടു. ഒരു വലിയ കാടിൻ്റെ ഉള്ളിൽ ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്നു. അയാളുടെ മുഖം ഞാൻ കണ്ടു. ഓ, എൻ്റെ ജീവൻ പോയി. പ്രിയ പറയുന്നത് കേട്ട് അഞ്ജു ചിരിച്ചു. എടോ, താൻ ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ. ഇതൊക്കെ ഇതെൻ്റെ വെറും തോന്നലല്ലേ? എന്നാലും ആരോ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന പോലെ. അപ്പോഴാണ് പ്രിയയുടെ കൈ അഞ്ജലി ശ്രദ്ധിച്ചത്. ഇതെന്താടോ തൻ്റെ കൈയൊക്കെ കരുവാളിച്ചിരിക്കുന്നത്? അത് ഇന്നലെ ഉറക്കത്തിൽ എന്തോ കടിച്ചതാണെന്ന് തോന്നുന്നു. പ്രിയ കയ്യിൽ തടവിക്കൊണ്ട് പറഞ്ഞു. നമുക്കൊന്നാൽ ഓണറിൻ്റെ വീട്ടിലേക്ക് പോവാം, വിഷ്ണു ചോദിച്ചു. പ്രിയയുടെ ഫോൺ റിങ് ചെയ്യുന്നു. അമ്മയുടെ കോളാണ്. മോളെ എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെയാണമ്മേ, ഞങ്ങളൊന്ന് പുറത്തു പോകുക, വന്നിട്ട് വിളിക്കാം. വിഷ്ണു ആണ് കാർ ഓടിക്കുന്നത്. കുറേ ദൂരമുണ്ടോ? ഗൂഗിൾ മാപ്പിൽ 17 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അയാളുടെ പേരെന്താ? വർഗീസ്. ഹൈറേഞ്ചിലൂടെയായിരുന്നു യാത്ര. റോഡിൻ്റെ ഇരുവശത്തും റബ്ബർ മരങ്ങൾ, അപൂർവം ചില വീടുകളും. കുറേ ദൂരം സഞ്ചരിച്ചൊരു വലിയ വീടിൻ്റെ മുന്നിൽ കാറ് നിർത്തി. ഇതാണെന്ന് തോന്നുന്നു, പ്രിയ പറഞ്ഞു. ഒരു പഴയ തറവാട് വീട് പോലെയുണ്ട്. വീടിൻ്റെ ചുറ്റും ഒരുപാട് സ്ഥലം, പലതരം മരങ്ങൾ. വീടിൻ്റെ അടുത്ത് കുറേ റബ്ബർ ഷീറ്റ് ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടുത്തായി ഒരു വലിയ പട്ടിക്കൂട്. ഭീകരരൂപിയായ ഒരു കറുത്ത പട്ടി. അത് പ്രിയയെയും കൂട്ടരെയും നോക്കി കുരയ്ക്കാൻ തുടങ്ങി. ആരാ? വീടിൻ്റെ ഉള്ളിൽ നിന്നും പ്രായമായൊരു സ്ത്രീ പുറത്തേക്ക് വന്നു. വർഗീസ് ഇച്ചായനെ കാണാൻ, പ്രിയ പറഞ്ഞു. ഇച്ചായൻ വീടിൻ്റെ പുറകിലെ വളപ്പുരയിലുണ്ട്, ആ സ്ത്രീ പറഞ്ഞു. പ്രിയയും കൂട്ടരും വീടിൻ്റെ പുറകിലേക്ക് നടന്നു. പലതരം പഴങ്ങളുള്ള മരങ്ങൾ, ആടിനെ വളർത്തുന്ന ഒരു ഫാം. അതിരുകൾ ഒരാൾ പൊക്കത്തിൽ കല്ലുകൊണ്ട് കെട്ടിയിരിക്കുന്നു. അതിനപ്പുറത്ത് വലിയ കാടാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോവാൻ ചെറിയൊരു ഗേറ്റും കാണുന്നുണ്ട്. നന്നായി പൊടിയട്ടേടാ വേ. വളപ്പുരയുടെ പുറത്ത് നിൽക്കുന്ന ഒരു 65 വയസ്സ് തോന്നിക്കുന്ന ആള് പണിക്കാരോടായി പറഞ്ഞു. വർഗീസ് ഇച്ചായൻ? അതെ, ഞാനാണ്. നിങ്ങളൊക്കെ ഏതാ പിള്ളേരെ? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാ. പേര് പ്രിയ. ഇവരെൻ്റെ സുഹൃത്തുക്കളാ, പ്രിയ മറുപടി നൽകി. ഓ, അതവൻ വീണ്ടും വാടകയ്ക്ക് കൊടുത്തോ? എൻ്റെ മകൻ്റെയാണ് ആ വീട്, ആൻ്റണിയുടെ. അവനങ്ങ് സിംഗപ്പൂരാണ്, അടുത്ത ആഴ്ച വരുന്നുണ്ട്. അല്ല, ഞങ്ങളൊരു കാര്യം ചോദിക്കാനായിരുന്നു വന്നത്, പ്രിയ വർഗീസിനെ നോക്കി പറഞ്ഞു. എന്ത് കാര്യം വേണേലും ചോദിക്കാം, ആദ്യം എല്ലാവരും കയറിയിരിക്കെ. സാറാമേ, പിള്ളേർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറ. ഇതെൻ്റെ കെട്ടിയോള് സാറാമ. ആ, ഞങ്ങൾ സംസാരിച്ചിരുന്നു, പ്രിയ പറഞ്ഞു. അകത്തു നിന്നും ചായയുമായി ഒരു സ്ത്രീ അവരുടെ മുന്നിൽ വന്നു. കണ്ടാൽ വേലക്കാരിയാണെന്ന് തോന്നും. അവരുടെ മുഖത്ത് വല്ലാത്തൊരു ഭയം കാണുന്നുണ്ടായിരുന്നു. ചായ അവിടെ വെച്ച് ആ സ്ത്രീ അകത്തേക്ക് പോയി. വീടിൻ്റെ ചുറ്റിലും പലതരത്തിലുള്ള പണിക്കാരും ഉണ്ടായിരുന്നു. ഒരാൾ വേവിച്ചിറച്ചി ഒരു പാത്രത്തിലാക്കി പട്ടിക്കൂട്ടിൽ വെച്ചു. ആർത്തിയോടുകൂടി ആ പട്ടി അതൊക്കെ കടിച്ച് തിന്നാൻ തുടങ്ങി. മോളെന്താ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞേ? അത് ഒരു ഗൗരിയെ അറിയുമോ? വർഗീസും സാറാമയും പരസ്പരം നോക്കി. ഗൗരിയോ? നിങ്ങളുടെ ആ വാടക വീട്ടിൽ താമസിച്ചിരുന്ന ആളാണെന്ന് തോന്നുന്നു. അവിടെ ആരൊക്കെയോ താമസിച്ചിരുന്നു. എല്ലാം ആ ബ്രോക്കർ രഘുവാണ് നോക്കുന്നത്. ഇതിൻ്റെ മുന്നേ താമസിച്ചവർ ഒന്നും പറയാതെ ആരുടെയൊക്കെയോ കൂടെ ഇറങ്ങിപ്പോയതാ. അതിനുശേഷം ഞാൻ അവനോട് പറഞ്ഞതാ ഇനി ആർക്കും കൊടുക്കണ്ടെന്ന്. വർഗീസ് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, ഊണ് കഴിച്ചിട്ട് പോവാം. നല്ല ആട്ടിറച്ചിയുണ്ട്, ഇവിടെ തന്നെ വളർത്തുന്നതാ. അയ്യോ വേണ്ട, പിന്നൊരിക്കലാവാം. അവർ കാറിൽ കയറുമ്പോൾ വാതിലിൻ്റെ അടുത്ത് നിന്നും ആ വേലക്കാരി പ്രിയയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവർക്കെന്ത് പറ്റി? പ്രിയ വർഗീസിനോട് ചോദിച്ചു. ഓ, അത് സംസാരിക്കാൻ പറ്റാത്ത കൊച്ചാ. വിഷ്ണു കാർ ഓടിച്ച് മെയിൻ റോഡിലെത്തിയപ്പോൾ പ്രിയ കാറ് നിർത്താൻ പറഞ്ഞു. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ വേലക്കാരിയുടെ മുഖത്തെ പേടി കണ്ടില്ലേ? അവരൊക്കെ എന്തൊക്കെയോ നമ്മളിൽ നിന്നും മറയ്ക്കുന്നുണ്ട്. തൻ്റെ കയ്യിലെ കരുവാളിച്ച ഭാഗത്ത് തലോടിക്കൊണ്ട് പ്രിയ പറഞ്ഞു. ഇത് ഇതുവരെ കുറഞ്ഞില്ലേ? വല്ല മരുന്നും വാങ്ങണോ? വിഷ്ണു ചോദിച്ചു. അത് കുറഞ്ഞോളും. രാവിലെ തുളസി നീറാക്കിയിരുന്നു. കാറിൻ്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വരുന്നത് വിഷ്ണു മിററിലൂടെ കണ്ടു. ആ കുട്ടി പ്രിയയെ നോക്കി ചിരിച്ചു. ശില്പ ചേച്ചിയുടെ ഫ്രണ്ട്സാണോ? ശില്പയെ മോൻ എങ്ങനെയാ അറിയുന്നേ? പ്രിയ ചെറിയൊരു ഞെട്ടലോട് ചോദിച്ചു. ശില്പ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ആരുടെ കൂടെ? പ്രിയ ചോദിച്ചു. ആൻ്റണി ഇച്ചായൻ്റെ കൂടെ. ഇത് അമ്മ ചേച്ചിക്ക് തരാൻ തന്നു വിട്ടതാ. അമ്മയ്ക്ക് സംസാരിക്കാൻ വയ്യാത്തതാ. അതൊരു കത്തായിരുന്നു.
ശില്പയുടെ പേരിൽ വരാറുള്ള അതേ കത്ത് തന്നെ. പ്രിയ ആ കത്ത് തുറന്നു വായിച്ചു. നിങ്ങൾ ശില്പയുടെ സുഹൃത്തുക്കളാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് പറയുന്നത്. ശില്പ ഇവിടുത്തെ ഇച്ചായൻ്റെ മകൻ ആൻ്റണിയുമായി ഇഷ്ടത്തിലാണ്. ആൻ്റണിയെ കാണാൻ പലപ്പോഴായി ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അവളെ പരിചയപ്പെട്ടത്. അവളൊരു പാവം കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പറയുന്നതാ. ആൻ്റണി നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ നല്ല ആളല്ല. ഇതിനു മുന്നേ പല പെൺകുട്ടികളെയും കൂട്ടി ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബന്ധം ഉപേക്ഷിച്ച് ആ കുട്ടിയോട് വേഗം മറ്റെവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ പറയൂ. കത്ത് വായിച്ചവർ പരസ്പരം നോക്കി. ഒരു ഹോട്ടലിൻ്റെ അടുത്തെത്തിയപ്പോൾ കാറ് നിർത്തി. അല്ല, നിങ്ങൾക്ക് വിശപ്പൊന്നുമില്ലേ? എനിക്ക് വിശന്നിട്ട് കണ്ണു കാണുന്നില്ല. എന്നാൽ നമുക്ക് ഇവിടുന്ന് കഴിക്കാം, പ്രിയ പറഞ്ഞു. നല്ലൊരു മട്ടൻ ബിരിയാണി അല്ലേ വേണ്ടാന്ന് പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ചത്, വിഷ്ണു ആത്മകഥം പറഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ച് അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നു. സമയം 4 മണി കഴിഞ്ഞിരുന്നു. പ്രിയേച്ചി, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇന്ന് ഞാൻ മുകളിലത്തെ റൂമിൽ താമസിച്ചോട്ടെ? കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്, വിഷ്ണു ചോദിച്ചു. എനിക്കെന്ത് കുഴപ്പം, പക്ഷേ മുറിയൊക്കെ പൊടി പിടിച്ചിരിക്കുക. അതൊക്കെ ഞാൻ വൃത്തിയാക്കിക്കോളാം. വിഷ്ണു കാർഡിക്ക് തുറന്നൊരു വലിയ ബാഗ് പുറത്തെടുത്തു. എന്തായാലും പ്രേതത്തെ പിടിക്കാൻ തീരുമാനിച്ചതല്ലേ, വൃത്തിയാക്കാൻ ഞാനും സഹായിക്കാം, അഞ്ജു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മുറികളൊക്കെ വൃത്തിയാക്കി വിഷ്ണു ബാഗ് തുറന്ന് അതിൽ നിന്നും എന്തൊക്കെയോ പുറത്തെടുത്തു. ഇതെന്താ, റേഡിയോ ആണോ? വലിയ ആൻറ്റിനൊക്കെ ഉണ്ടല്ലോ, അഞ്ജലി കളിയാക്കി ചിരിച്ചു. ഇതൊക്കെ എൻ്റെ ടൂൾസാണ്. ഇതുപയോഗിച്ച് ആത്മാക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റും, വിഷ്ണു പറഞ്ഞു. അതെങ്ങനെ, പ്രിയ ചോദിച്ചു. നമുക്ക് ചുറ്റും പലതരത്തിലുള്ള എനർജി ഉണ്ട്. അതിൽ ഈ പ്രേതങ്ങളും ആത്മാക്കളും ഒക്കെ വരും. എല്ലാവർക്കും അത് കാണാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ സാമീപ്യം ചിലർക്ക് മനസ്സിലാവും. ചിലർക്ക് അവരുമായി സംസാരിക്കാനും പറ്റും. അങ്ങനെ ഒരു എനർജിയുടെ സാന്നിധ്യം മനസ്സിലാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സൂചി ഉയർന്ന് ഇതിൽ നിന്നും ശബ്ദം വന്നാൽ ഏതോ ഒരു എനർജി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അല്ലടാ, ഈ പ്രേതത്തെ പിടിച്ചാൽ അടച്ചു വെക്കാനുള്ള കുപ്പി വേണ്ടേ? കുട്ടൂസിൻ്റെ കയ്യിലുള്ളതുപോലെ അഞ്ജു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പ്രിയ, ഇതിനെ ജീവനോടെ വേണമെങ്കിൽ വേഗം കൊണ്ടുപോയിക്കോ. രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ സഹായിച്ച അഞ്ജു കാറിൽ വീട്ടിലേക്ക് പോയി. ഭക്ഷണം കഴിച്ചതിന് ശേഷം വിഷ്ണു മുകളിലത്തെ മുറിയിൽ കയറി ടൂൾസൊക്കെ സെറ്റ് ചെയ്ത് ഒരു വെബ് ക്യാമറ ഓൺ ചെയ്ത് മേശപ്പുറത്ത് വെച്ച് കട്ടിലിൽ കിടന്നു. പ്രിയ അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സമയം രാത്രി 10. പ്രിയ വിഷ്ണുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. എന്തായി, പ്രേതം വന്നോ? നിങ്ങളോടുള്ള വിശ്വാസം എന്നോടും വന്നാലല്ലേ എൻ്റെ അടുത്തും വരുള്ളൂ. നോക്കട്ടെ, വരും. എനിക്ക് നാളെ ഓഫീസിൽ പോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ കിടക്കട്ടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചോളൂ, പ്രിയ പറഞ്ഞു. എന്ത് പ്രശ്നം? ചേച്ചി കിടന്നോളൂ, നാളെ കാണാം. വിഷ്ണു ഫോൺ കട്ട് ചെയ്തു. പ്രിയയുടെ റൂമിലെ ലൈറ്റ് അണഞ്ഞു. വിഷ്ണു സീലിംഗ് ഫാൻ കറങ്ങുന്നതും നോക്കി കട്ടിലിൽ മലർന്നു കിടന്നു. സീലിംഗിൻ്റെ ഒരു ഭാഗം പൊട്ടിയതായി കാണുന്നുണ്ട്. സീലിംഗിൻ്റെ ഉള്ളിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. എലിയാണെന്ന് തോന്നുന്നു. വിഷ്ണു സീലിംഗിൽ ഒരു മുട്ടുകൊടുത്തു. പൊട്ടിയ ഭാഗത്തുകൂടെ ഉള്ളിലേക്ക് നോക്കി. എന്തോ ഒന്ന് സീലിംഗിൻ്റെ മേലെയുണ്ട്. മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കി. ഒരു പഴയ ഡയറിയാണ്. എങ്ങനെയൊക്കെയോ കൈ ഉള്ളിലേക്ക് കടത്തി വിഷ്ണു ആ ഡയറി എടുത്തു. മൊത്തം പൊടിയും മാറാലയും പിടിച്ചിരിക്കുന്നു. ഒരു തുണി കൊണ്ടത് നന്നായി വൃത്തിയാക്കി കട്ടിലിൽ കമിഴ്ന്നു കിടന്ന ആ ഡയറി തുറന്നു. പെട്ടെന്ന് എന്തോ തൻ്റെ പിറകിലൂടെ നീങ്ങുന്ന പോലെ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. സെറ്റ് ചെയ്ത ടൂൾസിൻ്റെ സൂചി ഉയർന്ന് ബീപ് ശബ്ദം വരാൻ തുടങ്ങി. റൂമിലെ ലൈറ്റ് മറ്റെന്തോ എനർജിയുടെ കൈകടത്തൽ പോലെ മിന്നിക്കൊണ്ടേയിരുന്നു. ഫോണിലെ അലാറം കേട്ട് പ്രിയ എഴുന്നേറ്റു. നന്നായി ഉറങ്ങാൻ സാധിച്ചിരുന്നു. ബാത്റൂമിൽ കയറി മുഖമൊക്കെ കഴുകി കണ്ണാടിയിൽ നോക്കി നിൽക്കുന്നു. അയ്യോ വിഷ്ണു! പ്രിയ വേഗം മുകളിലത്തെ റൂമിലേക്ക് ഓടിച്ചെന്നു. വാതിൽ മുട്ടാൻ തുടങ്ങി. വിഷ്ണു, വാതിൽ തുറക്ക്, വിഷ്ണു! കുറേ നേരം മുട്ടിയപ്പോൾ വാതിൽ തുറന്നു. എന്താ പ്രിയേച്ചി? ഞാൻ ഇന്നലെ ഉറങ്ങാൻ ലേറ്റായി, നല്ല ക്ഷീണം. അല്ല, നീ വല്ല പ്രേതത്തിൻ്റെ കൂടെ പോയോ എന്ന് വന്ന് നോക്കിയതാ. ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ചേച്ചി ഓഫീസിൽ പോയിട്ട് വാ, എനിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ ഇന്ന് പോകാനുണ്ട്. വൈകുന്നേരം വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടാവും. എന്ത് സർപ്രൈസ്? അതൊക്കെ പറയാം, ഞാൻ കുറച്ച് സമയം കൂടി ഉറങ്ങട്ടെ. വിഷ്ണു വാതിലടച്ച് വീണ്ടും കടന്നു. ഒന്നും മനസ്സിലാവാതെ പ്രിയ മുറിയിലേക്ക് പോയി. ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഓഫീസിലേക്ക് പോകാൻ റെഡിയായി. പുറത്ത് അഞ്ജലി കാറിൽ വന്നു. കാറിൽ നിന്നും ഇറങ്ങി മുകളിലെ മുറിയിലേക്ക് നോക്കി. പ്രേതത്തെ പിടിക്കാൻ വന്നവനെ പ്രേതം പിടിച്ചോ? അവൻ ഉറങ്ങുന്നു. ഇന്നലെ പ്രേതങ്ങളുടെ കൂടെ എന്തോ വലിയ ഡിസ്കഷനായിരുന്നു, പ്രിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിഷ്ണുവിനുള്ള ഭക്ഷണം ഒരു പാത്രത്തിലാക്കി മുകളിലത്തെ മുറിയിൽ കൊണ്ടുവച്ചു. പ്രിയയും അഞ്ജലിയും ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്തു. ഇന്നലെ അവൻ്റെ കരച്ചിൽ വല്ലതും കേട്ടു? അഞ്ജു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്താണെന്നറിയില്ല, ഇന്നലെ ഞാൻ നന്നായി ഉറങ്ങി, ഒന്നും കേട്ടില്ല. അതെന്താണെന്നറിയാമോ? പ്രേതങ്ങളൊക്കെ ഇന്നലെ അവൻ്റെ കൂടെ ആയിരുന്നല്ലോ, അതാ നന്നായി ഉറങ്ങാൻ സാധിച്ചത്. രണ്ടാളും ചിരിച്ചു. ഓഫീസിലെ ജോലിക്കിടയിൽ പ്രിയ എന്തോ ആലോചിച്ചിരിക്കുന്നത് കണ്ട് അഞ്ജു അങ്ങോട്ട് വന്നു. എന്താടോ, തനിക്ക് വയ്യേ? അത് വിഷ്ണു പറഞ്ഞിരുന്നു, എന്തോ സംഭവം കിട്ടിയിട്ടുണ്ടെന്ന്. വൈകുന്നേരം വരുമ്പോൾ എന്തോ സർപ്രൈസ് ഉണ്ടാവുമെന്ന്. എനിക്കാകെ എന്തോ ഒരു പേടി പോലെ. താൻ ടെൻഷനാവാതിരിക്കെ, നമുക്കെല്ലാം ശരിയാക്കാം, അഞ്ജു അവളെ സമാധാനിപ്പിച്ചു. ലഞ്ച് ബ്രേക്കായപ്പോൾ പ്രിയ വിഷ്ണുവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അൺഅവൈലബിൾ. തൻ്റെ പേടി ഇതുവരെ മാറിയില്ലേ? അഞ്ജു ചോദിച്ചു.
വിഷ്ണുവിൻ്റെ നമ്പറിൽ കോൾ പോകുന്നില്ല. അവൻ എന്തൊക്കെയോ ക്ലൂ കിട്ടിയിട്ടുണ്ട്. എവിടെയോ പോവാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് പോയി വല്ല അപകടത്തിലും ചാടുമോ എന്നാ എൻ്റെ പേടി. അവനോ അവൻ്റെ കാര്യം ആലോചിച്ച് താൻ പേടിക്കണ്ട. ഒരു ദിവസം രാത്രി ഒറ്റയ്ക്ക് സെമിത്തേരിയിൽ കഴിച്ചുകൂട്ടിയ മുതലാ. എവിടെയെങ്കിലും പ്രേതമുണ്ടെന്ന് കേട്ടാൽ അവിടെ ഒറ്റയ്ക്ക് പോയി താമസിക്കും. പേടിയില്ലാത്തൊരു ഭ്രാന്തൻ ചക്കനാ. അവനെ കണ്ടിട്ട് പ്രേതം പേടിച്ചോടാതിരുന്നാൽ മതി. പ്രിയയ്ക്ക് കുറച്ച് സമാധാനം തോന്നി. വൈകുന്നേരം മഞ്ജുവിൻ്റെ കാർ പ്രിയയുടെ വീടിൻ്റെ മുന്നിൽ വന്നു നിന്നു. പ്രിയ കാറിൽ നിന്നും ഇറങ്ങി മുകളിലത്തെ മുറിയിൽ പോയി നോക്കി. പുറത്തു നിന്നും ലോക്ക് ചെയ്തിരിക്കുന്നു. അവൻ ഇതുവരെ എത്തിയില്ലേ? അഞ്ജു ചോദിച്ചു. പ്രിയ സങ്കടത്തോടെ ഇറങ്ങി വന്നു. താൻ ടെൻഷനാവണ്ട, അവൻ ചിലപ്പോൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. എന്നാലും ഒന്ന് ഫോൺ വിളിച്ചു പറഞ്ഞൂടെ? പിന്നെ നല്ല ആളാ, വീട്ടിൽ തന്നെ വിളിച്ചു പറയില്ല. എപ്പോഴായാലും തിരിച്ചു വരും. അതുകൊണ്ട് വീട്ടുകാർക്കും പേടിയില്ല, താനും പേടിക്കണ്ട. അപ്പോൾ നാളെ കാണാം. അഞ്ജലിയുടെ കാർ പോകുന്നതും നോക്കി പ്രിയ നിന്നു. പ്രിയ ഒന്നുകൂടി വിഷ്ണുവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. കോള് കണക്റ്റ് ആവുന്നില്ല. സമയം 6 മണി കഴിഞ്ഞല്ലോ. ഇവൻ ഇതെവിടെ പോയി കിടക്കുന്നു? ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ അവന്? പ്രിയയുടെ ചിന്തകൾ കാട് കയറുന്നു. രാത്രി കഴിക്കാനുള്ള ദോശ ചുടുമ്പോൾ അമ്മയോട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോൾ വെയിറ്റിംഗ്. അഞ്ജലിയുടെ കോളായിരുന്നു. അമ്മേ, ഞാനിപ്പോൾ വിളിക്കാം. പ്രിയ അഞ്ജലിയുടെ കോൾ അറ്റൻഡ് ചെയ്തു. വിഷ്ണു തന്നെ വിളിച്ചിരുന്നോ? അഞ്ജലി ചോദിച്ചു. ഇല്ലടോ, ഇപ്പോഴും അനവൈലബിൾ ആണ്. അവൻ വീട്ടിലെത്തിയിട്ടില്ല. വന്നാൽ താനൊന്ന് വിളിക്കണം. അഞ്ജലിയുടെ വാക്കുകൾ കേട്ട് പ്രിയയുടെ നെഞ്ചിടിപ്പ് കൂടി. താൻ ടെൻഷനാവണ്ട, അവൻ ലേറ്റായാലും വരും. അഞ്ജലി ഫോൺ കട്ട് ചെയ്തു. പെട്ടെന്ന് ആരോ വാതിലിൽ മുട്ടുന്നു. പ്രിയ വാതിൽ തുറന്നു. എൻ്റെ പ്രിയേച്ചി, ഒന്നും പറയണ്ട, ഫോണിൽ ചാർജ് തീർന്നു പോയി. വിഷ്ണു ഫോൺ പ്രിയയുടെ റൂമിൽ ചാർജ് ചെയ്യാൻ വെച്ചു. നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? വെറുതെ ആളെ പേടിപ്പിക്കണോ? പ്രിയ ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കി. പ്രിയ അഞ്ജുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. എടോ, ആളെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയേച്ചി, നിങ്ങളൊക്കെ പേടിക്കാൻ റെഡി ആയിക്കോ. എന്നെ ഓർത്തല്ല, ദേ ഇത് കണ്ടോ, ഇന്നലെ രാത്രി മുകളിൽ നിന്നും കിട്ടിയതാ. വിഷ്ണു ആ ഡയറി പ്രിയയെ കാണിച്ചു. നിങ്ങളോട് സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞ ഗൗരിയുടെ പേഴ്സണൽ ഡയറിയാണിത്. പെട്ടെന്ന് അടുക്കളയിൽ നിന്നും പാത്രം നിലത്തേക്ക് വീഴുന്ന ശബ്ദം കേട്ട് പ്രിയ ഓടിച്ചെന്നു. ദോശ കരിഞ്ഞ് മൊത്തം പുക പിടിച്ചു. പ്രിയ ഗ്യാസ് ഓഫ് ചെയ്തു. അടുക്കളയുടെ ജനാലകൾ തുറന്നു. വിഷ്ണുവിൻ്റെ അടുത്ത് വന്നു. ആ ഡയറി വാങ്ങി തുറന്നു നോക്കി. അതിലൊരു ഫോട്ടോയുണ്ട്, ഗൗരിയുടെയും അവളുടെ സുഹൃത്ത് ശില്പയുടെയും. വിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ട് പ്രിയ ഡയറി മുഴുവനും തിരഞ്ഞു. ഡയറിയിൽ നിന്നും ഒരു ഫോട്ടോ നിലത്ത് വീണു. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന 2 പെൺകുട്ടികൾ. അതിലൊരാൾ ഗൗരി, താൻ കണ്ടിട്ടുള്ള, തന്നോട് സംസാരിച്ചിട്ടുള്ള ആ പാവം പെൺകുട്ടി. പ്രിയ ആ ഫോട്ടോ എടുത്ത് അതിലെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞു. നീ ഇത് വായിച്ചു നോക്കിയോ? പ്രിയ വിഷ്ണുവിനോട് ചോദിച്ചു. അത് മുഴുവനും വായിച്ചില്ല. ആ ഫോട്ടോയിലെ പെൺകുട്ടികളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയതായിരുന്നു. വിഷ്ണു ബാഗിൽ നിന്നും ഒരു ഫയൽ പുറത്തെടുത്തു. അത് തുറന്നു. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പത്രത്തിൽ വന്ന വാർത്തകളാ. പ്രിയ വാർത്തയിലേക്ക് നോക്കി. സ്വർഗ അനുരാഗികളായ പെൺകുട്ടികൾ വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് നാടുവിട്ടു. പുറത്ത് ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങി. തുറന്നിട്ട ജനാലകൾ കൂട്ടിയിടിക്കുന്നു. പ്രിയ ജനാലകൾ അടച്ച് കുറ്റിയിട്ടു. പ്രിയേച്ചി, ഈ വാർത്ത സത്യമല്ല. അവർക്ക് വേറെന്തോ സംഭവിച്ചതാണ്. അവരെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. സത്യാവസ്ഥ എന്തായാലും ഈ ഡയറിയിലുണ്ടാവും. പ്രിയ ഡയറി നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. ചേച്ചി എന്തായാലും ആ ഡയറി ഒന്ന് വായിച്ചു നോക്ക്. ഞാൻ പോയി ഫ്രഷായി ഒന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം. നിനക്ക് ഭക്ഷണം വേണ്ടേ? ഞാൻ പുറത്തു നിന്നും കഴിച്ചു. അപ്പോൾ ഗുഡ് നൈറ്റ്. വിഷ്ണു ഫയലൊക്കെ എടുത്ത് ബാഗിൽ വെച്ച് മുകളിലേക്ക് കയറി പോകുന്നു. നിന്റെ ഫോൺ എടുക്കുന്നില്ലേ? ഓ, മറന്നു. പ്രിയ ഫോൺ എടുത്ത് വിഷ്ണുവിന് കൊടുത്തു. അപ്പോൾ ഗുഡ് നൈറ്റ്. പ്രിയ പുഞ്ചിരിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് പ്രിയ ഡയറി എടുത്തു. ബെഡിൽ കിടന്നുകൊണ്ട് ഡയറി പേജുകൾ ഓരോന്നായി തുറന്നു. കോൾ സെന്ററിൽ ജോലി കിട്ടി ഒറ്റപ്പാലത്ത് നിന്നും ആദ്യമായി എറണാകുളത്തേക്ക് വരുന്ന ഗൗരി. റെയിൽവേ സ്റ്റേഷനിൽ വാടക വീടിൻ്റെ ബ്രോക്കർ രഘു അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഹലോ, ഞാനാണ് രഘു. മോൾ വിളിച്ചിരുന്ന വീടിൻ്റെ ബ്രോക്കർ. പേടിക്കാനൊന്നുമില്ല, ഇവിടെ വേറൊരു പെൺകുട്ടി കൂടി താമസിക്കുന്നുണ്ട്. അവർ ഒരു ടാക്സിയിൽ കയറി. യാത്രാമധ്യേ ജോലിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അയാൾ ചോദിച്ചു. മാന്യമായ പെരുമാറ്റം. വൈകുന്നേരം 5 മണി ടാക്സി ആ വീടിൻ്റെ മുന്നിൽ വന്നു നിന്നു. മുകളിലാണ് കുട്ടിയുടെ മുറി. അയാൾ മുകളിലേക്ക് കയറി മുറികൾ തുറന്നു കൊടുത്തു. താഴത്തെ വാതിൽ തുറന്ന് നല്ല പൊക്കമുള്ളൊരു സുന്ദരി പുറത്തേക്ക് വന്നു. ഹായ്, ഞാൻ ശില്പ. ഇയാളുടെ പേരെന്താ? ഗൗരി. ശില്പ ഗൗരിയുടെ ബാഗുകളൊക്കെ മുകളിൽ എത്തിക്കാൻ സഹായിച്ചു. രഘു അവരോട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. തന്നെ കാണാൻ നല്ല ഐശ്വര്യമുണ്ടല്ലോ, അമ്പലക്കുട്ടി തന്നെ. ശില്പയുടെ ചോദ്യം കേട്ട് ഗൗരി പുഞ്ചിരിച്ചു. ശില്പ നല്ല സ്മാർട്ടാണ്. അവൾ സംസാരിക്കുന്നത് കേൾക്കാൻ തന്നെ നല്ല രസം. ഇങ്ങനെ നോക്കി നിന്നു പോകും. എടോ, നമുക്കിന്ന് ഒരുമിച്ച് കുക്ക് ചെയ്യാം. താഴെ അടുക്കളയിൽ എല്ലാ സൗകര്യവുമുണ്ട്. ഗൗരി സമ്മതിച്ചു. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ ശില്പയ്ക്ക് പേടിയില്ലേ? ഏയ്, ഒറ്റയ്ക്കല്ല, വേറൊരു കുട്ടി കൂടിയുണ്ട്, ജ്യോതി. അവൾ കുറച്ച് ദിവസമായി നാട്ടിൽ പോയിരിക്കുക. ഞങ്ങളെ ഒരുമിച്ച് ജോലി ചെയ്യുന്നതാണ്, ലുലുമാളിലെ ഹൈപ്പർ മാർക്കറ്റിൽ. പിന്നെ OET കോഴ്സും ചെയ്യുന്നുണ്ട്. അടുത്ത് തന്നെ കടൽ കടക്കും. ഗൗരി ശില്പയുടെ കണ്ണുകളിലെ പ്രകാശം നോക്കി നിന്നു. ഒരു കാര്യം ചെയ്യ്, ജ്യോതി വരുന്നവരെ താൻ താഴെ കിടന്നോളൂ. എനിക്കൊരു കൂട്ടാവുമല്ലോ. ഗൗരി മറുത്തൊന്നും പറഞ്ഞില്ല.
മുകളിൽ ഒറ്റയ്ക്ക് കിടക്കാൻ തനിക്കും ഒരു മടിയായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടുപേരും വീട്ടുകാരുമായി ഫോണിൽ സംസാരിക്കുന്നു. ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ഉറങ്ങാൻ കിടന്ന ശില്പ എന്തൊക്കെയോ പ്രേതകഥകളൊക്കെ പറയുന്നു. ജ്യോതിയുടെ ബെഡിൽ കിടന്ന ഗൗരി അതൊക്കെ സങ്കല്പിച്ച് കാണുന്നു. ശില്പയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. എടോ, എൻ്റെ ആളാണ്, ബാക്കി നാളെ പറയാം. അത് പറഞ്ഞ് ശില്പ പുതപ്പ് കൊണ്ട് മൂടി. പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് മടക്കിയ ശബ്ദത്തിൽ സംസാരിക്കുന്ന ശില്പയെ നോക്കി ഗൗരി പുഞ്ചിരിച്ചു. പതിയെ കൺപോളകളിൽ ഉറക്കം വന്ന് തലോടി. ഡയറി കയ്യിൽ വെച്ചുകൊണ്ട് പ്രിയ മയങ്ങിപ്പോയി. ഒരു നിഴൽ അവളുടെ അടുത്തിരുന്നു കൊണ്ട് ആ കൈകളിൽ തലോടി. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. സിംഗപ്പൂരിൽ നിന്നുമുള്ള ഫ്ലൈറ്റ് പറന്നിറങ്ങി. പുറത്ത് വൈറ്റ് ടൊയോട്ട ഫോർച്യൂണർ. അതിനടുത്തേക്ക് നടന്നു വരുന്ന ആന്റണി. പുറകിൽ അയാളുടെ ബാഗുമായി രഘു. അവർ കാറിൽ കയറി. എങ്ങോട്ടാ? നേരെ വീട്ടിലേക്കാണോ? രഘു ചോദിച്ചു. നമുക്കൊന്ന് ഗസ്റ്റ് ഹൗസിൽ കൂടാം, നാളെ വീട്ടിൽ പോവാം. ഒരു സിഗരറ്റ് ചുണ്ടിൽ കത്തിച്ചുകൊണ്ട് ആന്റണി പറഞ്ഞു. നമ്മുടെ പുതിയ ആളെങ്ങനെയുണ്ട്? വല്ലതും നടക്കോ? എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല. ഫോട്ടോ കണ്ടിട്ട് സൂപ്പറാണ്. നമുക്ക് ഒരുമിച്ച് കാണാൻ പോവാം. രഘു ഒന്ന് പുഞ്ചിരിച്ചു. നല്ല വിശപ്പ്. നാട്ടിലെ ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. സാധനം സ്റ്റോക്ക് ഉണ്ടാവില്ലേ? ആന്റണി ചോദിച്ചു. എല്ലാം സെറ്റാണ്. കുന്നും കാടുകളും താണ്ടി കാർ ഒരു വലിയ ഗേറ്റിന്റെ മുന്നിൽ വന്നു നിന്നു. ഉള്ളിൽ നിന്നും ഒരാൾ ഗേറ്റ് തുറന്നു. കാർ ഉള്ളിലേക്ക് കയറിയപ്പോൾ അയാൾ ഗേറ്റ് അടച്ചു. ഒരു വലിയ ബംഗ്ലാവ്. അടുത്തൊന്നും വീടുകളില്ല. ചുറ്റിനും ഏക്കർ കണക്കിന് സ്ഥലം. കൂടുതലും റബ്ബർ മരങ്ങളാണ്. ഒരു നിലവിളി പോലും പുറത്തേക്ക് പോവില്ല. ആന്റണിയും രഘുവും തീന്മേശയിൽ ഇരിക്കുന്നു. രണ്ടുപേർ വന്ന് കുറെ പാത്രങ്ങൾ നിരത്തി വെച്ചു. രഘു അടച്ചു വെച്ച പാത്രം തുറന്നു. നല്ല ഇറച്ചിക്കറിയുടെ മണം. പത്തിരി, അപ്പം, ഇറച്ചി, കറി, ഇറച്ചി പൊരിച്ചത്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ആന്റണി പത്തിരിയിലേക്ക് ഇറച്ചിക്കറി ഒഴിച്ച് ആർത്തിയോടെ തിന്നാൻ തുടങ്ങി. ഇറച്ചി കടിച്ചു പറിച്ചുകൊണ്ട് അയാൾ കണ്ണടച്ച് അതിൻ്റെ രുചി ആസ്വദിക്കുന്നു. കുറച്ചു ദിവസം ഇത് കിട്ടാതിരുന്നപ്പോൾ മറ്റെന്ത് കഴിച്ചാലും ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം കിട്ടില്ല. ആന്റണിയുടെ വാക്കുകൾ കേട്ട് രഘു മൂളി. ഇവിടുത്തെ സ്പെഷ്യൽ ഇറച്ചി കഴിച്ച് എനിക്കും ഇതില്ലാതെ ചോറ് കഴിക്കാനേ പറ്റില്ല. എല്ലില്ലാത്ത നല്ല സോഫ്റ്റ് ഇറച്ചി. രഘുവും ഇറച്ചി ആസ്വദിച്ച് കഴിക്കുന്നു. അടുക്കളയിൽ പണിക്കാർ തമ്മിൽ സംസാരിക്കുന്നു. ഇത് മാനിറച്ചിയാണോ? എല്ലൊക്കെ കളഞ്ഞ് ഇറച്ചി മാത്രമല്ലേ നമുക്ക് കിട്ടുന്നത്? കണ്ടിട്ട് മാനിറച്ചി പോലെയുണ്ട്. അപ്പോൾ ഈ എല്ലൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ അവരുടെ വളപ്പുരയിൽ പൊടിച്ച് വളമാക്കി മാറ്റും. എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. എന്തായാലും ഈ ഇറച്ചിക്ക് നല്ല ടേസ്റ്റാണ്. അയാൾ ഒരു ഇറച്ചിയെടുത്ത് ആസ്വദിച്ച് കഴിച്ചു. പ്രിയച്ചി, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. എൻ്റെ ബാഗേ ഇവിടെ ഇരുന്നോട്ടെ. ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്ന പ്രിയയോട് വിഷ്ണു പറഞ്ഞു. കാറ് നീ കൊണ്ടുപോകുന്നോ? അഞ്ജലി ചോദിച്ചു. ഇല്ല, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ബസ്സിന് പോവാം. അതും പറഞ്ഞു വിഷ്ണു അകത്തേക്ക് പോയി. താനെന്താണോ വല്ലാതിരിക്കുന്നത്? ഡ്രൈവ് ചെയ്യുമ്പോൾ അഞ്ജലി പ്രിയയോട് ചോദിച്ചു. ഗൗരിയുടെ ഡയറി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ കുറച്ച് വായിച്ചു. ആഹാ, ഇപ്പോൾ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയല്ലോ. ഇനി അത് വെച്ച് നമുക്ക് മുന്നോട്ട് പോവാം. പ്രിയ അത് കേട്ടൊന്ന് തലയാട്ടി. ഓഫീസിലെ ജോലിക്കിടയിൽ പ്രിയയുടെ ഫോൺ റിങ് ചെയ്തു. പരിചയമില്ലാത്തൊരു നമ്പർ. പ്രിയ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ പ്രിയ, ഇത് ബ്രോക്കർ രഘു ആണ്. എൻ്റെ മറ്റേ നമ്പർ കംപ്ലൈൻ്റ് ആയി. എവിടെയാ? ഓഫീസിലാണോ? അതെ, ഓഫീസിലാണ്. വൈകുന്നേരം ഒന്ന് കാണാൻ പറ്റുമോ? കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ ഫ്രീ ആയിട്ട് വിളിക്കാം. പ്രിയ കോള് കട്ട് ചെയ്തു. എന്തായിരിക്കും അയാൾക്ക് പറയാനുള്ളത്? പ്രിയ ആകെ അസ്വസ്ഥയായി. വൈകുന്നേരം പ്രിയയുടെ വീട്ടിൽ. താനിന്ന് വീണ്ടും ഒറ്റയ്ക്കായല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. അഞ്ജലിയുടെ വാക്കുകൾ കേട്ട് പ്രിയ തലയാട്ടി. താനൊന്ന് കൂളായിരിക്കണോ? പ്രിയ പുഞ്ചിരിച്ചു. അഞ്ജലിയുടെ കാർ പോകുന്നതും നോക്കി പ്രിയ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഫ്രഷ് ആയതിനു ശേഷം പ്രിയ ഗൗരിയുടെ ഡയറി എടുത്തു. അതിൻ്റെ ഉള്ളിലെ ഫോട്ടോയിൽ നോക്കിയിരുന്നു. പുറത്തൊരു കാറ് വരുന്ന ശബ്ദം. കോളിംബെല്ലടിക്കുന്നു. പ്രിയ വാതിൽ തുറന്നു. ബ്രോക്കർ രഘു, കൂടെ ഒരാളും. അയാൾ എവിടെയോ കണ്ടിട്ടുണ്ട്, ഓർമ്മ വരുന്നില്ല. ഹായ് പ്രിയ, ഇതാണ് ആന്റണി. ഈ വീടിൻ്റെ ഓണറാണ്. ഇവിടെ താമസിക്കുന്ന ആളെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാണ്. രഘു ആന്റണിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. പ്രിയ ഇടുക്കിക്കാരിയാണല്ലേ? എൻ്റെ അമ്മ വീട്ടുകാരൊക്കെ ഇടുക്കിയിലാണ്. ആന്റണി അയാളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അയാളുടെ വിസിറ്റിംഗ് കാർഡ് മേശയുടെ മുകളിൽ വെച്ചു. അവർ കാറിൽ തിരിച്ചുപോയി. പ്രിയ വാതിലടച്ചു. ആ ഡയറി എടുത്ത് ബാക്കി വായിക്കാൻ തുടങ്ങി. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഗൗരിയും ശില്പയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്തൊരു കാറ് വന്നു. കോളിംബെല്ലടിച്ചപ്പോൾ ശില്പ വാതിൽ തുറന്നു. വെളുത്ത് നല്ല പൊക്കമുള്ള ഒരാൾ. ശില്പ അയാൾ ഇച്ചായ എന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു. ഗൗരി, ഇതാണ് ഞാൻ പറഞ്ഞ കക്ഷി, ആന്റണി ഇച്ചായൻ. എൻ്റെ ലവ്, എൻ്റെ എല്ലാം. ശില്പയുടെ കണ്ണിലെ പ്രകാശം കൂടുന്നതായി ഗൗരിക്ക് തോന്നി. കുറേ നേരം സംസാരിച്ചിരുന്നു. എടോ, നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് എൻ്റെ വീട്ടിലാക്കാം. അപ്പച്ചനും അമ്മച്ചിയും നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ശില്പ അത് സമ്മതിച്ചു. ഗൗരി, നമുക്കിന്ന് അവിടെ നിന്ന് കഴിക്കാം. അവിടെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, മാനിൻ്റെ ഇറച്ചി. ഗൗരി ശില്പയെ നോക്കി. ഓ, നീ വെജിറ്റേറിയൻ ആണല്ലോ, ഞാൻ മറന്നു. അതിനെന്താ, വെജിറ്റേറിയൻ ആയാൽ അതിനുള്ള ഐറ്റംസും അവിടെ റെഡിയാണ്, ആന്റണി പറഞ്ഞു. അങ്ങനെ അവർ ആന്റണിയുടെ വീട്ടിലേക്ക് യാത്രയായി. വീട്ടിലെത്തിയതും അപ്പച്ചനും അമ്മച്ചിയും അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നല്ല സ്നേഹമുള്ള ആൾക്കാർ. അവിടെ വെച്ച് അപ്പൂനെ പരിചയപ്പെട്ടു. അവൻ്റെ അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. കുറേ കാലമായി അവിടുത്തെ വീട്ടുജോലികൾ ചെയ്യുന്നത് അവരാണ്, ജാനകി.
ശില്പയും അപ്പവും നല്ല കൂട്ടാണ്. പക്ഷെ ജാനകിയോട് അവൾക്ക് എന്തോ ഒരു ദേഷ്യം പോലെ. ആ വീട്ടിൽ ഒരുപാട് പണിക്കാരൊക്കെ ഉണ്ട്. എന്തു നല്ല സ്ഥലം, എന്തു നല്ല ആൾക്കാർ. ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവർക്കും തിന്നുന്നതിൽ മാത്രമായിരുന്നു ശ്രദ്ധ. ഗൗരി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. മാനിറച്ചി എങ്ങനെ ഇവർക്ക് കിട്ടുന്നത്? അത്രയ്ക്കും ടേസ്റ്റാണോ ഇറച്ചിക്ക്? എന്തോ എനിക്ക് വെറുപ്പാണ്. നമ്മൾ എന്താണോ തിന്നുന്നത് അതിൻ്റെ സ്വഭാവമായിരിക്കും നമ്മൾക്കെന്ന് അമ്മ പറഞ്ഞ കാര്യം ഗൗരി ഓർമ്മിച്ചു. വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ വൈകുന്നേരമായി. തനിക്ക് ജാനകിയോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഗൗരി ചോദിച്ചു. സംസാരിക്കാൻ പറ്റാത്ത ആളല്ലേ എന്ന് വിചാരിച്ച് കൂടുതൽ അടുപ്പം കാണിച്ചതായിരുന്നു. ആന്റണി ചായനെ കുറിച്ച് എന്തൊക്കെയാ അവർ പറഞ്ഞതെന്നറിയാമോ? ശില്പയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നിങ്ങളുടെ കാര്യം തൻ്റെ വീട്ടിലറിയാമോ? ഇല്ല, അറിഞ്ഞാൽ ആരും സമ്മതിക്കില്ല. പൊതുവെ അമ്മയ്ക്ക് ക്രിസ്ത്യൻസിനെ ഇഷ്ടമല്ല. ഏട്ടനും അച്ഛനും ഒരിക്കലും സമ്മതിക്കില്ല. ശില്പയുടെ മുഖം വാടി. അവരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ കഴിയുന്നു? ഗൗരിയുടെ ചോദ്യം കേട്ട് ശില്പ തലതാഴ്ത്തി. അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി, ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. ശില്പയുടെ വാക്കുകൾ കേട്ട് ഗൗരി ആശ്ചര്യത്തോടെ നോക്കി. ഒരു ദിവസം രാത്രി ശില്പയുടെ ഫോണിലേക്ക് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നും കോൾ വന്നു. മോളെ, ഇത് ജ്യോതിയുടെ അച്ഛനാണ്. 2 ദിവസമായി അവൾ വിളിച്ചിട്ട്. അവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നതാ. ഒന്ന് ഫോൺ അവൾക്ക് കൊടുക്കാമോ? അച്ഛാ, അവളിവിടെ എത്തിയിട്ടില്ല. ശില്പയുടെ മറുപടി കേട്ട് അയാൾ വെപ്രാളപ്പെട്ടു. 2 ദിവസമായി ഇവിടുന്ന് ഇറങ്ങിയിട്ട്. അവൾക്ക് വല്ല അപകടവും പറ്റിയോ ഈശ്വര? മോളെ, ഞാൻ നാളെ അങ്ങോട്ട് വരാം. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. അയാൾ കോള് കട്ട് ചെയ്തു. എന്ത് പറ്റി? ആരാ വിളിച്ചത്? ജ്യോതിയെ കാണാനില്ല. വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് 2 ദിവസമായെന്ന്. ശില്പ അത് ആന്റണിയെ വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചതനുസരിച്ച് ശില്പയും ഗൗരിയും ആന്റണിയുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ മനസ്സ് തകർന്ന് ജ്യോതിയുടെ അച്ഛൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ശില്പയോട് പല കാര്യങ്ങളും ചോദിച്ചു. ജ്യോതിയുടെ മൊബൈൽ സിഗ്നൽ അനുസരിച്ച് 2 ദിവസം മുന്നേ അവൾ ഇവിടെ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് അവസാനമായി ഫോൺ ഓഫായത്. പിന്നെ ഓണായിട്ടില്ല. കേസ് അന്വേഷിക്കുന്ന ഓഫീസർ അവരോട് പറഞ്ഞു. ശില്പയെ വിളിച്ചിരുന്നു അവൾ? ഓഫീസർ ചോദിച്ചു. ഇല്ല സാർ, സ്റ്റേഷനിലെത്തിയാൽ ഓട്ടോയിലാണ് സാധാരണ വരാറുണ്ടായിരുന്നത്. അവളുടെ കോൾ ഡീറ്റെയിൽസൊക്കെ നോക്കട്ടെ. അവൾക്ക് ആരോടെങ്കിലും പ്രേമം അങ്ങനെ എന്തെങ്കിലും അറിയാമോ? എൻ്റെ മോൾക്ക് അങ്ങനെയൊന്നും ഇല്ല സാറേ. അവളെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത്. ഓഫീസറുടെ ചോദ്യം കേട്ട് ജ്യോതിയുടെ അച്ഛൻ സങ്കടത്തോടെ പറഞ്ഞു. ഇല്ല സാർ, അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അറിയില്ല. അവൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഓൺലൈൻ ഫ്രണ്ട്സ്. കൂടുതലും അപരിചിതരായിരുന്നു. മൊബൈൽ ഗെയിമിൽ നിന്നും പരിചയപ്പെട്ടവരാണ്. സംസാരിച്ചുകൊണ്ട് ഗെയിം കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ശില്പയുടെ വാക്കുകൾ കേട്ട ആ അച്ഛൻ അവളെ നോക്കി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പോവാം. പിന്നെ ജ്യോതിയുടെ ബാഗൊക്കെ ഒന്ന് പരിശോധിക്കണം. 2 പോലീസുകാർ അങ്ങോട്ട് വരും. ശില്പ പോകുമ്പോൾ ആ അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിച്ചു. പോലീസുകാർ വന്ന് ജ്യോതിയുടെ ബാഗുകളൊക്കെ പരിശോധിച്ചു. ആവശ്യമുള്ളതൊക്കെ അവർ കൊണ്ടുപോയി. സാർ, എന്തെങ്കിലും വിവരം? ശില്പ അവരോട് ചോദിച്ചു. ഇതുവരെ ഇല്ല. മിസ്സിംഗ് കേസിൽ ആളെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ബോഡിയെങ്കിലും കിട്ടാറുണ്ട്. ഇതുമായി സാമ്യമുള്ള രീതിയിൽ വല്ല ബോഡിയും കിട്ടിയിട്ടുണ്ടോ എന്നാണ് ഇനി അന്വേഷിക്കുക. പോലീസുകാരുടെ വാക്കുകൾ ശില്പയെയും ഗൗരിയെയും വല്ലാതെ തളർത്തി. ശില്പ ഫോണിലെ ഫോട്ടോസ് നോക്കി സങ്കടപ്പെടുന്നു. ജ്യോതിയുടെ ചിരി കാണാൻ നല്ല ഭംഗിയായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ജ്യോതിയെക്കുറിച്ചൊരു വിവരവുമില്ല. സാമ്യമുള്ള ബോഡിയും കിട്ടിയില്ല. ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ ശില്പയുടെ കരച്ചിൽ കേട്ട് ഗൗരി ഉണർന്നു. ശില്പയുടെ കൈകളും കഴുത്തും എന്തോ അലർജി പോലെ ചുവന്ന് തുടുത്തിരുന്നു. അവൾക്ക് സൂചി കൊണ്ട് കുത്തുന്ന വേദനയാണെന്ന് പറയുന്നു. ഗൗരി ഒരു തുണി വെള്ളത്തിൽ മുക്കി ശില്പയുടെ ശരീരം തുടച്ചു കൊടുത്തു. കുറേ സമയമെടുത്തു അവളൊന്ന് ഉറങ്ങാൻ. പിറ്റേ ദിവസം ശില്പ അത് പറഞ്ഞു. ജ്യോതിക്ക് ഇതുപോലെ അസുഖമുണ്ടായിരുന്നു. അവൾ അതിന് മരുന്നും കഴിക്കാറുണ്ടായിരുന്നു. നമുക്കൊന്ന് ആശുപത്രിയിൽ കാണിക്കാം. അലർജിയാവും, പേടിക്കാനില്ല. ഗൗരി ശില്പയെ സമാധാനിപ്പിച്ചു. ഇത് അലർജിയാണ്. ഈ ചൂടിൻ്റെയൊക്കെ ആവും. ചിലപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമൊക്കെ ഇങ്ങനെ വരാം. പച്ചക്കറികൾ കൂടുതൽ കഴിച്ചാൽ മതി. പിന്നെ ഗുളിക എഴുതുന്നുണ്ട്. അവർ മരുന്ന് വാങ്ങി വീട്ടിലേക്ക് പോയി. പിന്നീടുള്ള പല ദിവസങ്ങളിലും ശില്പയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. എന്തോ വല്ലാത്തൊരു ഭയം അവളുടെ മുഖത്ത് കാണാമായിരുന്നു. അവളുടെ ദേഷ്യം കൂടി വരുന്നത് ഗൗരി ശ്രദ്ധിച്ചു. ഭക്ഷണത്തോട് അമിത താല്പര്യം. എത്ര കഴിച്ചാലും വിശപ്പ് മാറാത്ത പോലെ. പലപ്പോഴും അവൾ സ്വന്തം കൈകൾ കടിച്ച് മുറിവേൽപ്പിക്കുന്നു. ഒരു ദിവസം വൈകുന്നേരം ആന്റണി വീട്ടിലേക്ക് വന്നു. കൂടെ രഘുവും. എന്തോ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവർ ശില്പയെ കൂട്ടിക്കൊണ്ടുപോയി. 2 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആണെന്നും എല്ലാ കാര്യങ്ങളും അവിടെയുള്ളവർ നോക്കിക്കോളുമെന്നും അവർ പറഞ്ഞു. ഞാൻ കൂടി വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ? കൂടെയുള്ളവർക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. കൊണ്ടാക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പോയി കൂട്ടിക്കൊണ്ടുവരാം. അവിടെ എല്ലാത്തിനും ആൾക്കാരുണ്ട്. ഒന്നും പേടിക്കാനില്ല. എന്നാലും ഞാൻ കൂടെ വരാം. എന്നെ തിരിച്ചിവിടെ എത്തിച്ചാൽ മതി. അവരുടെ കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നേരം ഒരുപാട് ഇരുട്ടി. ശില്പ നല്ല ഉറക്കത്തിലാണ്. കുന്നുകളും കാടുകളും താണ്ടി ഒരു വലിയ ഗേറ്റിന്റെ മുന്നിൽ കാറ് നിന്നു. ചുറ്റിലും കൂരിരുട്ട്. ഗേറ്റ് ഉള്ളിലേക്ക് തുറന്നു. കാർ ഉള്ളിൽ കയറ്റി നിർത്തി. ഒരു വലിയ കെട്ടിടം. അകത്തു നിന്നും 2 പേർ വന്നു. ആന്റണി അവരോട് എന്തൊക്കെയോ സംസാരിച്ചു. ശില്പ എഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. കെട്ടിടത്തിൽ പേരൊന്നും എഴുതിയിട്ടില്ല. കണ്ടിട്ട് ആശുപത്രിയാണെന്ന് തോന്നുന്നില്ല. നമുക്ക് പോവാം. ആന്റണി വന്ന് ഗൗരിയോട് പറഞ്ഞു. ശില്പ, ഗൗരി അകത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ അവർ നോക്കിക്കോളും. ഗൗരി കാറിൽ കയറ്.
നാളെ ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, വേണമെങ്കിൽ താനും വന്നോളൂ. ഗൗരി കാറിൽ കയറി. കാറ് മുന്നോട്ട് പോകുമ്പോൾ അവൾ ആ കെട്ടിടത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ആ വലിയ ഗേറ്റ് അവളുടെ കാഴ്ച കൊട്ടിയടച്ചു. പുറത്ത് നല്ല ഇരുട്ട്, സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത വിജനമായ റോഡ്, ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞു കിടക്കുന്ന മരങ്ങൾ, ഇരുണ്ടു മൂടിയ മേഘം നിലാവിനെ മറച്ചിരുന്നു. ഗൗരിയുടെ ഹൃദയമിടിപ്പ് കൂടുന്ന പോലെ, ആകെ ഒരു ഭയം. ഇവരെ വിശ്വസിക്കാമോ? ശില്പയ്ക്ക് ജീവനായ ആന്റണി ചായനല്ലേ, അപ്പോൾ വിശ്വസിക്കാം. എന്തായാലും നാളെ ശില്പയെ പോയി കാണണം. ഗൗരി സീറ്റിലൊന്ന് നിവർന്നിരുന്നു. സീറ്റിനടിയിൽ നിന്നും എന്തോ തൻ്റെ ശരീരത്തിൽ അമർന്നു. കട്ടിയുള്ള എന്തോ ആണ്. ഗൗരി സീറ്റിനടിയിൽ കൈ കടത്തി അത് പുറത്തെടുത്തു. ഒരു ഐഡന്റിറ്റി കാർഡാണെന്ന് തോന്നുന്നു. അതിലേക്ക് മൊബൈൽ ലൈറ്റ് അടിച്ചു നോക്കി. ആ കാർഡിലെ പേര് വായിച്ചതും ഗൗരിയുടെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. ജ്യോതി കൃഷ്ണ. ഗൗരിയുടെ ഹൃദയമിടിപ്പ് കൂടി. ID കാർഡ് ബാഗിൽ വെച്ച് പുറത്തേക്ക് നോക്കി. ഹൈറേഞ്ച് ഇറങ്ങിയുള്ള യാത്ര. റോഡിൽ വേറെ വാഹനങ്ങളൊന്നുമില്ല. ഗൗരിയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തു. ജ്യോതിയുടെ ID കാർഡ് എങ്ങനെ ഇവരുടെ കാറിൽ വന്നു? ഇവരാണോ അവളെ? പെട്ടെന്ന്, ഗൗരി വിശക്കുന്നില്ലേ? വല്ല ഹോട്ടലിലും കയറിയാലോ? ആന്റണിയുടെ ചോദ്യം കേട്ട് ഒന്ന് ഞെട്ടി. വേണ്ട, വീട്ടിൽ പോയിട്ടുണ്ടാക്കിക്കോളാം. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു ഗൗരിയുടെ മനസ്സിൽ. വീട്ടിലെത്തുമ്പോഴേക്കും ലേറ്റാവില്ലേ? പാർസൽ വാങ്ങാം. ആന്റണിയുടെ വാക്കുകൾ കേട്ട് ഗൗരി തലയാട്ടി. കാറ് സിറ്റിയിലെത്തി. ഒരു ഹോട്ടലിൽ കയറി ഗൗരിക്ക് കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങി വീണ്ടും യാത്രയായി. സമയം 9 മണി കഴിഞ്ഞു. ഗൗരിയുടെ വീടിൻ്റെ മുന്നിൽ കാറ് വന്നു നിന്നു. എന്താ ഗൗരി വല്ലാതിരിക്കുന്നത്? ആന്റണി ചോദിച്ചു. ഇല്ല, ഒന്നുമില്ല, യാത്രാക്ഷീണമാണ്. ഗൗരി ബാഗെടുത്ത് വീട്ടിലേക്ക് കയറിപ്പോയി. ആന്റണിയും രഘുവും പരസ്പരം നോക്കി. ഇവൾക്ക് എന്തൊക്കെയോ സംശയമുള്ള പോലെ. എനിക്കും അങ്ങനെ തോന്നി, രഘു പറഞ്ഞു. അവരുടെ കാർ അവിടെ നിന്നും തിരിച്ചുപോയി. ഗൗരി വാതിലടച്ച് കുറ്റിയിട്ടു. അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് കുറേ വെള്ളം കുടിച്ചു. എന്ത് ചെയ്യണം? ആരെ വിളിക്കണം? ഗൗരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ശില്പയെ ഏതോ വലിയ അപകടത്തിലേക്കാണ് കൊണ്ടുവിട്ടതെന്ന് അവൾക്ക് മനസ്സിലായി. തന്നെയും അവർ അപായപ്പെടുത്തുമെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. ഡയറി എടുത്ത് അതുവരെ നടന്ന കാര്യങ്ങളൊക്കെ എഴുതി. ഡയറി ഒളിപ്പിച്ചു വെക്കാൻ പറ്റിയ സ്ഥലം നോക്കി. അപ്പോഴാണ് മുകളിലത്തെ റൂമിൻ്റെ സീലിംഗ് കുറച്ചു ഭാഗം പൊട്ടിയത് ഓർമ്മ വന്നത്. ഗൗരി അതിലൂടെ ഡയറി ഉള്ളിൽ വെച്ചു. മുകളിലത്തെ മുറി ലോക്ക് ചെയ്ത് താഴെ വന്നു. വല്ലാതെ വിശക്കുന്നു. ആ പാർസൽ തുറന്ന് കഴിക്കാൻ തുടങ്ങി. ഫോണിൽ 2% മാത്രമേ ചാർജുള്ളൂ. ഗൗരി ഫോൺ ചാർജിന് കുത്തിവെച്ച് കൈ കഴുകുമ്പോൾ പുറത്തൊരു കാർ വന്ന ശബ്ദം. പ്രിയ ഡയറി അടുത്ത പേജുകൾ ഓരോന്നായി മറിച്ചു നോക്കി. ഒന്നും എഴുതിയിട്ടില്ല. ഡയറി ബെഡിൽ വെച്ച് വിഷ്ണുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. വിഷ്ണു, ഞാൻ ഡയറി മുഴുവനും വായിച്ചു. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നീ നാളെ വരില്ലേ? അഞ്ജുവിൻ്റെ കൂടെ രാവിലെ വരാം. പ്രിയ ഫോൺ കട്ട് ചെയ്തു. ആന്റണിയും രഘുവും മാന്യന്മാരായി അഭിനയിക്കുകയായിരുന്നു. ഗൗരിക്ക് എന്താണ് സംഭവിച്ചത്? പ്രിയയുടെ മനസ്സിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഉറക്കം വരുന്നില്ല. ചിന്തകൾ കാട് കയറുന്നു. ഗൗരി, നിനക്കെന്താ സംഭവിച്ചത്? നീ എന്താ ഇപ്പോൾ എൻ്റെ മുന്നിൽ വരാത്തത്? പ്രിയയുടെ കണ്ണുകളിൽ വല്ലാത്ത ക്ഷീണം. കൺപോളകൾ ഭാരം കൂടിയതുപോലെ. അറിയാതെ അവ അടഞ്ഞുപോയി. കട്ടിലിൻ്റെ അടിയിൽ നിന്നും ഒരു നിഴൽ എഴുന്നേറ്റ് പ്രിയയുടെ കിടക്കയിലിരുന്നു. അത് പ്രിയയുടെ കൈ ചേർത്ത് പിടിച്ചു. ഉറക്കത്തിൽ പ്രിയ വിയർക്കാൻ തുടങ്ങി. ഹൃദയമിടിപ്പ് കൂടുന്നു. ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് പ്രിയ ചുറ്റിലും നോക്കി. വലിയ കാട്ടിലാണുള്ളത്. ദൂരെയായി ഒരു വെളിച്ചം കാണുന്നുണ്ട്. പ്രിയ അങ്ങോട്ട് ഓടിച്ചെന്നു. ഒരു വലിയ ഗേറ്റ്. അത് തള്ളി തുറന്ന് ഉള്ളിലേക്ക് നടന്നു. ഒരു വലിയ ബംഗ്ലാവ്. പുറത്തൊന്നും ആരുമില്ല. പാതി തുറന്നൊരു ജനാലയുടെ അടുത്തെത്തി. അത് തുറന്ന് ഉള്ളിലേക്ക് നോക്കി. ഒരു കിടക്കയിൽ ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നുമില്ലാതെ ഗൗരി കിടക്കുന്നു. അവളുടെ മുഖത്തും ശരീരത്തിലും ആരോ മാന്തിപ്പറിച്ച് ചോര പൊടിയുന്നുണ്ട്. ചുണ്ടുകൾ വികൃതമാക്കിയിരിക്കുന്നു. കാലുകൾക്കിടയിൽ നിന്നും രക്തമൊലിക്കുന്നുണ്ട്. 2 പേർ അവളുടെ അടുത്തേക്ക് വന്നു. മുഖം വ്യക്തമാകുന്നില്ല. ഒരാൾ അവൾക്ക് ജീവനുണ്ടോ എന്ന് നോക്കി. ഒരു തുണി കൊണ്ട് അവളുടെ ശരീരത്തിൽ ചുറ്റി അവളെ എടുത്തു കൊണ്ടുപോകുന്നു. പ്രിയ അവരുടെ പിന്നാലെ പോകുന്നു. ആ കെട്ടിടത്തിന് പുറകിൽ നിലത്തൊരു ഇരുമ്പുവാതിൽ. അത് തുറന്നവർ അവളെയും കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു. അവളെ ഒരു മേശയിൽ കിടത്തി. പ്രിയ ചുറ്റിലും നോക്കി. ഒരു വലിയ അറവുശാല പോലെയുണ്ട്. അവളുടെ ശരീരത്തിലെ തുണി അഴിച്ചു മാറ്റി. വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ അവളുടെ അടുത്തേക്ക് വന്നു. അയാളുടെ മുടിയൊക്കെ നരച്ചിരുന്നു. അയാളുടെ കയ്യിൽ ഇറച്ചിവെട്ടുകാരുടെ കയ്യിലുള്ളതുപോലെ ഒരു വലിയ കത്തി. അയാൾ അവളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു വെട്ടി. പ്രിയ ഞെട്ടിയുണർന്നു. ശ്വാസമെടുക്കാൻ പറ്റുന്നില്ല. ഹൃദയം ശക്തിയായി ഇടിക്കുന്നു. നെഞ്ചിൽ തടവിക്കൊണ്ട് ശ്വാസമെടുക്കുന്നു. കുറേ വെള്ളം കുടിച്ചു. തലയൊക്കെ പൊട്ടിപ്പൊളിയുന്ന പോലെ. ഞാൻ എന്താ കണ്ടത്? മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? പ്രിയജി. പ്രിയ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. തൻ്റെ അടുത്തൊരു കറുത്ത രൂപം. ചേച്ചി കണ്ടത് സത്യമാണ്. അവരാണ് എന്നെയും ശില്പയെയും ജ്യോതിയെയും എല്ലാം അവർ തന്നെ. പ്രിയ ആ നിഴലിൻ്റെ കവിളിൽ തലോടി. ഒരു നിമിഷം അത് ഗൗരിയുടെ രൂപത്തിൽ പ്രിയയെ നോക്കി പുഞ്ചിരിച്ചു. പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഡയറിയിലെ കാര്യങ്ങൾ വായിച്ച വിഷ്ണുവും അഞ്ജലിയും എന്തൊക്കെയോ ആലോചിക്കുന്നു. ഇന്നലെ കണ്ട സ്വപ്നത്തെക്കുറിച്ചും പ്രിയ അവരോട് പറഞ്ഞു. ഇനി എന്താ ചെയ്യുക? പോലീസിൽ അറിയിച്ചാലോ? അഞ്ജു ചോദിച്ചു. അതിന് മതിയായ തെളിവുകളുണ്ടോ? ഈ ഡയറിയിൽ എഴുതിയ കാര്യങ്ങൾ മാത്രം മതിയാവില്ല, വിഷ്ണു പറഞ്ഞു. ആദ്യം അവരുടെ ആ ബംഗ്ലാവ് കണ്ടുപിടിക്കണം. അതിന് ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വിഷ്ണു പ്രിയയെ നോക്കി.
അവരുടെ അടുത്ത ലക്ഷ്യം ചേച്ചിയാണ്. ഒന്നും അറിയാത്ത മട്ടിൽ അവരെ വിശ്വസിക്കുന്നതായി അഭിനയിച്ച് ചേച്ചിക്ക് ആ ബംഗ്ലാവിൽ എത്താൻ സാധിക്കും. നീ ഇവളെ കൊലയ്ക്ക് കൊടുക്കാനുള്ള പരിപാടിയാണോ? അഞ്ജു ദേഷ്യപ്പെട്ടു. എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. വിഷ്ണു തൻ്റെ ക്യാമറ സെറ്റ് ചെയ്തു. ഇതുവരെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചേച്ചി പറയണം. തെളിവായി ആ ഡയറിയും എല്ലാം ഇതിൽ റെക്കോർഡ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് പുറം ലോകം അറിയാൻ വേണ്ടിയാണ്. വിഷ്ണു പറഞ്ഞത് പ്രകാരം എല്ലാ കാര്യങ്ങളും അതിൽ റെക്കോർഡ് ചെയ്തു. അവർ ചേച്ചിയെ വിളിച്ചാൽ ചേച്ചി അവരോട് കൂടുതൽ അടുപ്പം കാണിക്കണം. എന്നാലേ നമുക്ക് തെളിവുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. പ്രിയയും അഞ്ജലിയും ഓഫീസിലേക്ക് പോയി. വിഷ്ണു മുകളിലത്തെ റൂമിൽ തൻ്റെ കയ്യിലെ ലാപ്ടോപ്പ് തുറന്ന് എന്തൊക്കെയോ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ലഞ്ച് ടൈമിൽ പ്രിയയ്ക്ക് അപരിചിതമായ ഒരു നമ്പറിൽ നിന്നും കോൾ വന്നു. പ്രിയ, ഇത് ആൻ്റണിയാണ്. നാളെ സൺഡേ അല്ലേ? എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഇല്ല, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. വൈകുന്നേരം ഒരു പാർട്ടി ഉണ്ട്, വരാമോ? പ്രിയ വിഷ്ണു പറഞ്ഞ കാര്യങ്ങളോർത്ത് അതിനെന്താ, എനിക്ക് വേറെ പ്രോഗ്രാമൊന്നുമില്ല, പ്രിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഞാനൊരു 3 മണിയാവുമ്പോൾ പിക്ക് ചെയ്യാൻ വരാം. ആൻ്റണി കോൾ കട്ട് ചെയ്തതും പ്രിയ വിഷ്ണുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. വിഷ്ണുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പദ്ധതികളുണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ മുതൽ വിഷ്ണു തൻ്റെ പ്ലാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു. പ്രിയയുടെ ഹാൻഡ് ബാഗിന് മുകളിൽ ഒരു ബട്ടൺ ക്യാമറയും ഒരു മൈക്രോഫോണും ഫിറ്റ് ചെയ്തു. എൻ്റെ കാറിൽ ഞാൻ നിങ്ങളുടെ പുറകെ ഉണ്ടാവും. എല്ലാം എൻ്റെ ലാപ്ടോപ്പിൽ റെക്കോർഡ് ചെയ്യും. അന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ ഒരു പെൻഡ്രൈവിലാക്കി ഡയറിയുടെ കൂടെ അഞ്ജലിക്ക് നൽകി. ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അഞ്ജു ഇത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം. ബാക്കി അവർ നോക്കിക്കോളും. അഞ്ജലിയുടെ മുഖത്ത് വല്ലാത്ത ഭയമുണ്ടായിരുന്നു. അവർ വരുമ്പോൾ നമ്മളെ കാണണ്ട. അഞ്ജലി പെൻഡ്രൈവും ഡയറിയും അവളുടെ ബാഗിൽ വെച്ച് പ്രിയയെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ടേക്ക് കെയർ. എന്നിട്ട് അവർ വീട്ടിലേക്ക് പോയി. കൃത്യസമയത്ത് തന്നെ ആൻ്റണിയുടെ കാർ വന്നു. പ്രിയ കാറിൽ കയറി. ഞാൻ വിചാരിച്ചു പ്രിയ വരില്ലെന്ന്. ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തു. ഇച്ചായ വിളിച്ച സ്ഥിതിക്ക് വരാമെന്ന് കരുതി. പ്രിയ ഒരു ഗിഫ്റ്റ് ബോക്സ് ആൻ്റണിക്ക് നേരെ നീട്ടി. ഹാപ്പി ബർത്ത്ഡേ ഇച്ചായ. ആൻ്റണിയുടെ കണ്ണുകൾ തിളങ്ങി. താങ്ക് യു ഡിയർ. അയാൾ ആ ബോക്സ് തുറന്നു. ഒരു വാച്ചായിരുന്നു. തൻ്റെ കയ്യിൽ കിടന്ന വാച്ച് അഴിച്ചു മാറ്റി അയാൾ ആ വാച്ച് കയ്യിൽ കെട്ടി. അവരുടെ കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു പുറകിലായി വിഷ്ണുവിൻ്റെ കാറും. അവർ സംസാരിക്കുന്നതും കാറിലെ ദൃശ്യങ്ങളും വിഷ്ണുവിൻ്റെ ലാപ്ടോപ്പിൽ റെക്കോർഡാവുന്നുണ്ടായിരുന്നു. കാറ് കുറേ ദൂരം മുന്നോട്ട് പോയി. ഹൈറേഞ്ചിലൂടെയുള്ള യാത്ര. ഇരുവശങ്ങളിലും കുന്നുകളും മരങ്ങളും. ചുവപ്പ് നിറമുള്ള ഒരു കാറ് പുറകിൽ വരുന്നത് ആൻ്റണി ശ്രദ്ധിച്ചു. കുറച്ചു ദൂരം മുന്നോട്ട് പോയി ഒരു വളവെത്തിയപ്പോൾ വലിയൊരു ശബ്ദം കേട്ടു. വിഷ്ണുവിൻ്റെ കാറ് നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ ബ്രേക്ക് ചവിട്ടി കാറ് അവിടെയുള്ള കുന്നിൻ ചെരുവിൽ കൊണ്ടിടിപ്പിച്ചു നിന്നു. വിഷ്ണു കാറിൽ നിന്നും ഇറങ്ങി നോക്കി. ടയർ പഞ്ചറായതാണ്. അപ്പോഴേക്കും ആൻ്റണിയുടെ കാർ അവൻ്റെ കണ്ണെത്താ ദൂരത്തായിരുന്നു. വിഷ്ണു ലാപ്ടോപ്പ് നോക്കി. പ്രിയയുടെ ക്യാമറയിലെ സിഗ്നൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. പഞ്ചറാവാങ്ങേണ്ട സമയം. അവൻ കാറിൻ്റെ ടയറിൽ ചവിട്ടി. പ്രിയജി. അവൻ ഒട്ടും വൈകാതെ ഡിക്കിയിൽ നിന്നും സ്റ്റെപ്പിനെ എടുത്ത് ഫിറ്റ് ചെയ്തു. കാറ് സ്റ്റാർട്ടാവുന്നില്ല. കാറിൽ നിന്നും ഇറങ്ങി അഞ്ജലിയെ വിളിക്കാൻ ഫോൺ എടുത്തു. സിഗ്നലില്ല. ഇനി എന്തു ചെയ്യും? വേറെ വണ്ടികളൊന്നും കാണുന്നില്ല. ഞാൻ കാരണം പ്രിയച്ചി അപകടത്തിലായി. അവൻ്റെ തല പൊളിയുന്ന പോലെ തോന്നി. പെട്ടെന്ന് ആരും അവനെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചു. ഒരു കൈ അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു. അവൻ്റെ കഴുത്തിലൊരു സൂചി ആഴ്ന്നിറങ്ങി. അഞ്ജലി വിഷ്ണുവിൻ്റെയും പ്രിയയുടെയും ഫോണിൽ മാറി മാറി വിളിച്ചു നോക്കി. രണ്ടും ഔട്ട് ഓഫ് കവറേജ് ഏരിയ. രാത്രി 8 മണിയായി. രണ്ടുപേരുടെയും നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇനി അവർക്ക് വല്ല അപകടവും? അഞ്ജലി ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് അവളുടെ അച്ഛൻ വന്ന് കാര്യം ചോദിച്ചു. അവൾ നടന്ന കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞു. നിങ്ങളൊക്കെ ഇതെന്താ ചെയ്യുന്നത്? രണ്ടുപേരുടെയും ജീവൻ വെച്ചാണോ കളിക്കുന്നത്? വാ, റെഡിയാവ്. വേഗം തന്നെ പോലീസിൽ പരാതി കൊടുക്കാം. പെൻഡ്രൈവിലെ വീഡിയോയും ഡയറിയും പോലീസ് പരിശോധിച്ചു. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാം. സ്റ്റേഷനിൽ നിന്നും മെസ്സേജ് കൺട്രോൾ റൂമിലേക്ക് പാസ് ചെയ്തു. പ്രിയയെ കൊണ്ടുപോയ കാറിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു. പ്രിയയുടെയും വിഷ്ണുവിൻ്റെയും ഫോൺ ഡീറ്റെയിൽസ് എടുത്തു. ഫോൺ അവസാനമായി കണക്റ്റായ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പെട്രോളിംഗ് വാഹനങ്ങൾ ജാഗരൂകരായി. ഹൈറേഞ്ച് ഏരിയയിൽ നിന്നും വിഷ്ണുവിൻ്റെ കാർ കണ്ടെടുത്തു. അതിൻ്റെ പരിസരങ്ങളൊക്കെ പരിശോധിച്ചു. രാത്രി ആയതുകൊണ്ട് തന്നെ പരിമിതികളുണ്ടായിരുന്നു. ഡോഗ് സ്ക്വാഡുമായി റോഡിൻ്റെ ഇരുവശങ്ങളിലെ കാടുകളിലേക്ക് അന്വേഷിച്ചു. പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താനായില്ല. കാർ മുഴുവനും പരിശോധിച്ചു. കൂടുതലായി ഒന്നും തന്നെ കിട്ടിയില്ല. കാറിൻ്റെ അടുത്ത് നിന്നും ഒരു സിറിഞ്ച് കണ്ടെത്തി. ACP ഗോപിനാഥ് IPSൻ്റെ ഔദ്യോഗിക വാഹനം അവിടെ വന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. പെട്രോളിംഗ് വാഹനം ആൻ്റണിയുടെ കാറ് പോകാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ അന്വേഷണം ആരംഭിച്ചു. അഞ്ജലി ഇപ്പോഴും പ്രിയയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുന്നു. ഒരു സമാധാനവുമില്ല. രാവിലെ തന്നെ ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാർ വർഗീസിൻ്റെ വീട്ടുമുറ്റത്തെത്തി. നിങ്ങളുടെ മകൻ ആൻ്റണി എവിടെ? അവനെന്തോ ബിസിനസ് ആവശ്യത്തിനായി രഘുവിൻ്റെ കൂടെ കോയമ്പത്തൂർ പോയിരിക്കുക. എപ്പോഴാണ് പോയത്? ഇന്നലെ രാവിലെ. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയ കേസിൽ നിങ്ങളുടെ മകനെ സംശയമുണ്ട്. ഞങ്ങൾക്ക് വീടും പരിസരവുമൊക്കെ ഒന്ന് പരിശോധിക്കണം. ഇവിടെയുള്ള പണിക്കാരോടൊക്കെ വരാൻ പറയും. അവിടെയുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യുന്നു. കുറച്ച് പോലീസുകാർ വീടിന് ചുറ്റും പരിശോധിക്കുന്നു. പോലീസുകാരെ കണ്ട് അവിടുത്തെ പട്ടി നിർത്താതെ കുരയ്ക്കാൻ തുടങ്ങി.
വളപ്പുരയിലെ ചാക്കുകളൊക്കെ പരിശോധിച്ചു. എല്ലുപൊടിയും വളങ്ങളും. ആടുകളെ വളർത്തുന്ന തൊഴുത്തിനോട് ചേർന്ന് അവയെ കശാപ്പ് ചെയ്യാനുള്ള അറവുശാലയും ഉണ്ടായിരുന്നു. വീടിനുള്ളിലെ ഓരോ മുറികളും പരിശോധിച്ചു. സാറാമയും വർഗീസും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഫ്രിഡ്ജ് തുറന്നു. ഫ്രീസറിൻ്റെ അകത്തൊരു പാത്രത്തിൽ മാംസം. പോലീസുകാർ അത് പുറത്തെടുത്തു. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന എല്ലുകളൊന്നുമില്ലാത്ത മാംസം. ഇതെന്തിൻ്റെ ഇറച്ചിയാണ്? അത് ആട്ടിറച്ചിയാണ് സാർ, വർഗീസ് പതറിക്കൊണ്ട് പറഞ്ഞു. ആട്ടിറച്ചിയാണോ മാനിറച്ചിയാണോ എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അത് പൊതിഞ്ഞെടുത്തൊരു പോലീസ് വാഹനത്തിൽ ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോയി. വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും മറ്റൊന്നും തന്നെ കിട്ടിയില്ല. ആൻ്റണിയുടെയും രഘുവിൻ്റെയും ഫോണുകൾ സ്വിച്ച്ഡ് ഓഫാണ്. മണിക്കൂറുകൾക്ക് ശേഷം ഫോറൻസിക് ലാബിൽ നിന്നും ACPയുടെ ഫോണിലേക്ക് കോൾ വന്നു. സാർ, അത് മാനിറച്ചിയല്ല, പിന്നെ മനുഷ്യൻ്റെ DNA ആണതിൽ. എന്ത്? ACP സംശയത്തോടു കൂടി ചോദിച്ചു. അതെ സാർ, ഫീമെയിൽ DNA ആണ്. ACP വർഗീസിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. എവിടെയാടാ നീയൊക്കെ കൊന്നു തിന്ന പെൺകുട്ടികളുടെ ശരീരം കുഴിച്ചിട്ടത്? എനിക്കറിയില്ല. ACP അയാളെ വലിച്ച് നിലത്തിട്ടു. സാറാമയെയും അവിടുത്തെ പണിക്കാരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കുറച്ചു പോലീസുകാർ വീടിന് പിന്നിലെ കാട്ടിൽ പരിശോധിച്ചു. എവിടെ നിന്നും മൃതദേഹങ്ങളോ അസ്ഥിക്കൂടങ്ങളോ കിട്ടിയില്ല. അപ്പോഴാണ് ACPക്ക് വളപ്പുരയെക്കുറിച്ച് ഓർമ്മ വന്നത്. എല്ലുപൊടികളും മറ്റും വളങ്ങളും ചാക്കുകളിലായി നിറച്ചിരിക്കുന്നു. ACPയുടെ മനസ്സിൽ പല ഉത്തരങ്ങളും തെളിഞ്ഞു വന്നു. എവിടെ വച്ചാടാ നീയൊക്കെ കൊല്ലുന്നത്? കൊടുത്തു വർഗീസിൻ്റെ ചെകിട്ടത്ത്. കൂടെ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടർ ACPയുടെ അടുത്തേക്ക് വന്നു. സാർ, ഹൈ റേഞ്ച് ഏരിയയിൽ പൂട്ടിക്കിടക്കുന്ന ഒരു ബംഗ്ലാവ് കണ്ടുപിടിച്ചു. അതിൻ്റെ അകത്ത് ആൻ്റണിയുടെ കാറുണ്ട്. ഉടൻ തന്നെ ACPയും ബാക്കി പോലീസുകാരും അങ്ങോട്ടേക്ക് തിരിച്ചു. ബംഗ്ലാവിന് പുറത്ത് പെട്രോളിംഗ് വാഹനത്തിലെ പോലീസ് നിലയുറപ്പിച്ചു. ACPയും സംഘവും ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കടന്നു. പോലീസുകാർ ആ കെട്ടിടം വളഞ്ഞു. 2 പോലീസുകാർ ആൻ്റണിയുടെ കാർ പരിശോധിച്ചു. അതിൽ നിന്നും പ്രിയയുടെ ബാഗ് കിട്ടി. തൊട്ടടുത്ത് തന്നെ മറ്റൊരു കാറും ഉണ്ടായിരുന്നു. അതിൽ നിന്നും വിഷ്ണുവിൻ്റെ ലാപ്ടോപ്പ് കിട്ടി. പോലീസുകാർ ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് കയറി. ഒരു ജനാലക്കമ്പികളോട് ചേർത്ത് കെട്ടിയ നിലയിൽ പ്രിയയും വിഷ്ണുവും. അവർക്ക് ബോധമുണ്ടായിരുന്നില്ല. പോലീസുകാർ അവരുടെ കെട്ടഴിച്ചു. അവരുടെ മുഖത്ത് വെള്ളം കുടഞ്ഞ് അവരെ ഉണർത്തി. 2 പേർക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. വേറെ പരിക്കുകളൊന്നും ഉണ്ടായില്ല. ആൻ്റണി എവിടെ? ഞങ്ങൾക്കറിയില്ല സാർ, ഞങ്ങൾ ഇവിടെ കെട്ടിയിട്ട് എങ്ങോട്ടോ പോയതാണ്, വിഷ്ണു പറഞ്ഞു. ആൻ്റണി ഒറ്റയ്ക്കായിരുന്നോ? അല്ല, രഘു ഉണ്ടായിരുന്നു കൂടെ, വിഷ്ണു ക്ഷീണത്തോടെ പറഞ്ഞു. അവരെ ആംബുലൻസിൽ കയറ്റി പോലീസ് അകമ്പടിയോടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ബംഗ്ലാവും പരിസരവും പരിശോധിച്ചിട്ടും ആൻ്റണിയെയും രഘുവിനെയും കണ്ടെത്താനായില്ല. ബംഗ്ലാവിന് പുറകിലുള്ള കാട്ടിലും അന്വേഷണം നടത്തി. കൂടുതലായൊന്നും കണ്ടെത്താനായില്ല. ആംബുലൻസിൻ്റെ ഉള്ളിൽ പ്രിയയും വിഷ്ണുവും പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നു. പ്രിയേച്ചി, അവൻ്റെ ബർത്ത്ഡേ ആണെന്നല്ലേ പറഞ്ഞേ? നമുക്ക് അവനൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? വിഷ്ണു ആ ഗിഫ്റ്റ് ബോക്സ് പ്രിയയെ ഏൽപ്പിച്ചു. ഇതൊരു വാച്ചാണ്. ഇത്രയും വലിയ റിസ്കിലേക്ക് ചേച്ചിയെ വിടുമ്പോൾ ചേച്ചിയുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഈ വാച്ച് അയാളുടെ കയ്യിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് അയാളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തരുത്. അവിടെ നിന്നും ഓടി രക്ഷപ്പെടണം. പ്രിയ അവനെ കെട്ടിപ്പിടിച്ചു. താങ്ക് യു. ആൻ്റണിയുടെ കാറ് ബംഗ്ലാവിൻ്റെ മുന്നിൽ വന്നു. തൻ്റെ ഡ്രൈവറോട് എന്തൊക്കെയോ പറഞ്ഞ് പ്രിയയുടെ ബാഗ് വാങ്ങി കാറിൽ വെച്ചു. അവളെയും കൂട്ടി ഉള്ളിലേക്ക് പോയി. ഡ്രൈവർ കാറിൽ നിന്നും ഇറങ്ങി അയാളുടെ ബൈക്കിൽ എങ്ങോട്ടോ പോയി. ബർത്ത്ഡേ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ലല്ലോ, പ്രിയ ചോദിച്ചു. ഈ ബർത്ത്ഡേ സ്പെഷ്യലാണ്, നമ്മൾ 2 പേരും മാത്രം. അയാളുടെ കണ്ണിലെ കാമാഗ്നി കണ്ട് പ്രിയയുടെ കൈകൾ തെരിച്ചു. ദേഷ്യം പുറത്ത് കാണിച്ചില്ല. ഇച്ഛായൻ എന്തോ ഊടായ്പനാണ് എന്നെ കൊണ്ടുവരുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നു. അവൾ അയാളെ നോക്കി ചിരിച്ചു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അയാൾ പ്രിയയെ ഒരു ബെഡിൽ കിടത്തി. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. അവളുടെ അടുത്തേക്കിരുന്ന അയാളുടെ കൈകൾ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് അയാളുടെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് അടുക്കുന്നു. പ്രിയ അയാളുടെ കൈകളിൽ പിടിച്ചു. അയാളെ നോക്കി പുഞ്ചിരിച്ചു. അവളുടെ വലത് കൈ അയാളുടെ കയ്യിലെ വാച്ചിലായിരുന്നു. അവൾ വാച്ചിലെ ബട്ടണിൽ അമർത്തി. ഒരു ബീപ് ശബ്ദത്തോടുകൂടി വാച്ചിൻ്റെ ഉള്ളിൽ നിന്നും ഒരു സൂചി കയ്യിൽ തറയ്ക്കുന്നതായി അയാൾക്ക് തോന്നി. കണ്ണിൽ ഇരുട്ട് കയറി. ബോധം പോയി അയാൾ പ്രിയയുടെ മുകളിൽ വീണു. പ്രിയ ദേഷ്യത്തോടെ അയാളെ തള്ളി നിലത്തിട്ടു. വിഷ്ണു പറഞ്ഞ പോലെ ഓടി രക്ഷപ്പെടണോ? അവൻ്റെ കാറ് പിന്നെ കണ്ടില്ല. അവൻ്റെ ജീവൻ അപകടത്തിലാക്കിയിട്ട് ഞാൻ മാത്രം രക്ഷപ്പെടുന്നത് ശരിയല്ല. ഗൗരിയുടെ മുഖം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. എന്തോ ശക്തി കൂടെയുള്ള പോലെ. പ്രിയയ്ക്ക് എന്തെന്നില്ലാത്ത ധൈര്യം വന്നു. ഇല്ല, ഇവനെ വെറുതെ വിടാനാവില്ല. ബെഡ്ഷീറ്റ് എടുത്ത് കീറി ആൻ്റണിയുടെ കൈകളും കാലുകളും കെട്ടിയിട്ടു. അയാളെ നിലത്തൂടെ വലിച്ചു കൊണ്ടുപോയി. മനുഷ്യനെ കൊന്നു നിന്നിട്ട് ഒടുക്കത്തെ ഭാരം. ദേഷ്യം കൊണ്ട് അവൾ അയാളുടെ മുഖത്ത് ചവിട്ടി. കുറേ പരിശ്രമിച്ച് അയാളെ വലിച്ച് ബംഗ്ലാവിൻ്റെ പുറകിലെത്തിച്ചു. പ്രിയ വല്ലാതെ തളർന്നു. നേരം സന്ധ്യയായിരുന്നു. സ്വപ്നത്തിൽ കണ്ട ഇരുമ്പുവാതിലിനായി പ്രിയ ചുറ്റും നോക്കി. ഒരു സ്ഥലത്ത് കുറേ ചെടിച്ചട്ടികൾ നിരത്തി വെച്ചതായി കണ്ടു. അവൾ അതൊക്കെ എടുത്തു മാറ്റി. നിലത്തെ മണ്ണ് മാറ്റി നോക്കി. അവിടെ വലിയ ഇരുമ്പുവാതിൽ. അവൾ അത് തുറന്ന് ആൻ്റണിയെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ചുവരിൽ കുറച്ച് സ്വിച്ചുകൾ കണ്ടു. അവൾ അതെല്ലാം ഓൺ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ലൈറ്റുകൾ തെളിഞ്ഞു. സ്വപ്നത്തിൽ കണ്ട അതേ സ്ഥലം, ഒരു അറവുശാല.
ആന്റണിയെ വലിച്ചഴിച്ച് ഒരു മേശയിൽ കിടത്തി. അയാളുടെ കൈകാലുകൾ ആ മേശയിൽ ചേർത്ത് കെട്ടിയിട്ടു. ഒരു തുണി അയാളുടെ വായിൽ കുത്തിക്കയറ്റി. പ്രിയ നിലത്ത് തളർന്നിരുന്നു. പുറത്തൊരു കാർ വന്നതിൻ്റെ ചെറിയ ശബ്ദം കേട്ടു. പ്രിയ ആന്റണിയുടെ ശരീരത്തിൽ ഒരു വലിയ തുണി കൊണ്ട് മൂടി ലൈറ്റുകൾ ഓഫ് ചെയ്തു. കാറിൽ നിന്നും രഘു പുറത്തിറങ്ങി. ബംഗ്ലാവിൻ്റെ ഉള്ളിൽ ആന്റണിയെ അന്വേഷിച്ചു നടന്നു. പുറകിലെത്തി ഇരുമ്പുവാതിൽ തുറന്നു കിടക്കുന്നത് അയാൾ കണ്ടു. ബോധമില്ലാതെ വിഷ്ണുവിനെ തോളിലെടുത്ത് ബംഗ്ലാവിൻ്റെ പുറകിലേക്ക് നടന്നു. പുറകിലെ ഇരുമ്പുവാതിലിൻ്റെ ഉള്ളിലൂടെ താഴെ ഇറങ്ങി ലൈറ്റ് ഓൺ ചെയ്തു. ആന്റണി, ആന്റണി! ആന്റണിയെ വിളിച്ചുകൊണ്ട് അയാൾ ഉള്ളിലേക്ക് പോയി. വിഷ്ണുവിനെ ഒരു മേശയുടെ മുകളിൽ കിടത്തി തൊട്ടടുത്ത മേശയിൽ തുണി കൊണ്ട് മൂടിയ ശരീരം അയാൾ കണ്ടു. അത് തുറന്നു നോക്കിയതും അയാൾ പേടിച്ചു പുറകോട്ട് പോയി. ആന്റണി! ഒരു തടിച്ച ഇരുമ്പുവടി കൊണ്ട് പ്രിയ രഘുവിൻ്റെ തലയ്ക്കടിച്ചു. ബോധം പോയി അയാൾ നിലത്ത് വീണു. ഇത്രയും ധൈര്യം തനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പ്രിയയ്ക്ക് മനസ്സിലായില്ല. മറ്റാരൊക്കെയോ അവളെ നിയന്ത്രിക്കുന്ന പോലെ തോന്നി. വിഷ്ണുവിനെ വിളിച്ചു നോക്കി, എണീക്കുന്നില്ല. രഘുവിനെ എങ്ങനെയൊക്കെയോ ഒരു മേശയുടെ മുകളിൽ കിടത്തി അതിൽ കെട്ടിയിട്ടു. അയാളുടെ വായിൽ തുണി കുത്തിക്കയറ്റി. പ്രിയ മെല്ലെ തളർന്ന് ഉറങ്ങിപ്പോയി. പ്രിയേച്ചി, പ്രിയേച്ചി! പ്രിയ ഞെട്ടി ഉണർന്നു. അവൾ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഓക്കെയാണ് ചേച്ചി. അവൻ പ്രിയയെ എഴുന്നേൽപ്പിച്ചു. അവർ ചുറ്റും നോക്കി. ഒരു വലിയ ഫ്രീസർ കണ്ടു. തുറന്നു നോക്കിയപ്പോൾ അതിൽ മാംസം സൂക്ഷിച്ചിരിക്കുന്നു. വലിയ കത്തികൾ, ചുറ്റികകൾ, അങ്ങനെ ഒരുപാട് ആയുധങ്ങൾ. ഒരു വലിയ ബോക്സിൽ മനുഷ്യൻ്റെ അസ്ഥിക്കൂടങ്ങൾ കഷ്ണങ്ങളാക്കി അതിൽ മരപ്പൊടി ചേർത്തിരിക്കുന്നു. വല്ലാത്ത ദുർഗന്ധം. കുറേ വലിയ കുപ്പികളിൽ ആസിഡ്. ദേഷ്യം വന്ന പ്രിയ അതിലൊരു കുപ്പിയെടുത്ത് ആന്റണിയുടെയും രഘുവിൻ്റെയും മുഖത്തൊഴിച്ചു. രണ്ടുപേരുടെയും ബോധം വന്നിരുന്നു. വേദന കൊണ്ട് പുളയാൻ തുടങ്ങി. നീയൊക്കെ എന്താണ് വിചാരിച്ചത്? നിന്റെയൊക്കെ അവസാനമായി. പ്രിയ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. പ്രിയ ഒരു കത്തി കൊണ്ട് അവരുടെ ശരീരം മുഴുവനും മുറിവുകളാക്കി. അതിലേക്ക് ആസിഡ് ഒഴിച്ചു. അവരുടെ ശരീരം ഉരുകി ഒലിക്കാൻ തുടങ്ങി. പ്രിയച്ച് മതി, അവർ ഇവിടെ കിടന്ന് പുഴുത്തു ചാവട്ടെ. വിഷ്ണുവും പ്രിയയും കൂടി പുറത്തേക്ക് വന്നു. ആ ഇരുമ്പുവാതിലടച്ച് വാതിലിൻ്റെ മുകളിൽ ചെടിച്ചട്ടികൾ നിരത്തി വെച്ചു. ഇനി എന്തു ചെയ്യും? ഇവിടെയാണെങ്കിൽ ഫോണിൽ റേഞ്ചില്ല. പ്രിയ വിഷ്ണുവിനോട് ചോദിച്ചു. പ്ലാൻ ബി. വിഷ്ണു ചിരിച്ചു. ബംഗ്ലാവിൻ്റെ ഉള്ളിൽ ഒരു ജനൽ കമ്പിയിൽ അവർ പരസ്പരം കെട്ടിയിട്ടു. നല്ല ക്ഷീണമല്ലേ? നന്നായി ഉറങ്ങിക്കോ. പോലീസുകാർ നമ്മളെ കണ്ടുപിടിച്ചോളും. വിഷ്ണു പ്രിയയെ നോക്കി. അവർ പരസ്പരം പുഞ്ചിരിച്ചു. അടുത്ത ദിവസങ്ങളിലെ പത്രങ്ങളിലും ചാനലുകളിലും ചർച്ചാ വിഷയം നരഭോജികളായ കുടുംബത്തെക്കുറിച്ചായിരുന്നു. പോലീസ് കണ്ടെത്തിയ മാംസം ഗൗരിയുടേതാണെന്ന് മനസ്സിലായി. ഗൗരിയും ശില്പയും നാടുവിട്ടതല്ല, കൊല ചെയ്യപ്പെട്ടതാണെന്നറിഞ്ഞ അവരുടെ കുടുംബം വീണ്ടും തളർന്നുപോയി. ആന്റണിയുടെയും രഘുവിൻ്റെയും തിരോധാനം ചാനലുകൾ ഏറ്റെടുത്ത് അവരെ കണ്ടെത്താനാവാത്തത് പോലീസിൻ്റെ പിടിപ്പുകേടായി അവർ കൊട്ടിയാഘോഷിച്ചു. മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം നന്നായി പോകുന്നു അമ്മേ. പ്രിയ അഞ്ജലിയുടെ കൂടെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വിഷ്ണു പുതിയ പ്രേതങ്ങളെ കണ്ടെത്താനുള്ള തിരക്കിൽ. വർഗീസും സാറാമയും ജയിലിലെ കമ്പികളിൽ പിടിച്ചു കടിക്കുന്നു. മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണം മതിയാകുന്നില്ല. വർഗീസിൻ്റെ വീട്ടിലെ പണിക്കാരിൽ നിരപരാധികളെ വിട്ടയച്ചു. ജാനകിയും മകനും ഒരു അനാഥാലയത്തിൽ താമസിക്കുന്നു. ഒരു മാസത്തിനു ശേഷം ACPയുടെ ഫോൺ റിങ് ചെയ്തു. സാർ, സ്ഥലം വൃത്തിയാക്കുന്ന പണിക്കാരാണ് കണ്ടത്. ACPയും സംഘവും ബംഗ്ലാവിൻ്റെ പുറകിലെ ഇരുമ്പുവാതിലിൻ്റെ മുന്നിൽ. വാതിൽ തുറന്ന് അവർ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നു. പിന്നെ അവിടെ കണ്ട കാഴ്ച പറയേണ്ട കാര്യമല്ല. പുഴുത്ത് മരിച്ചു കിടക്കുകയാണ് അവർ രണ്ടുപേരും. എന്തായാലും കഥ അവസാനിച്ചിരിക്കുന്ന ചെറിയ കഥയാണെങ്കിലും നല്ല കഥയാണല്ലേ. എന്തായാലും വീണ്ടും ഇതുപോലെ ചെറിയ കഥകളുമായി അല്ലെങ്കിൽ വലിയ കഥകളുമായി വീണ്ടും വരാം. ലവ് യു ഓൾ. ബൈ.